ഡിയർ ഫ്രണ്ട്സ്, ട്രെയിൻ യാത്ര എന്നത് നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ട ഒന്നാണ്. ജാലകത്തിലൂടെ പുറത്തെ കാഴ്ചകൾ കണ്ട് ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ പലപ്പോഴും അറിയാറില്ല നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ആ ഇരുമ്പുമറയ്ക്ക് പിന്നിലെ ലോകത്തെക്കുറിച്ച്. അതെ, രാവും പകലും വ്യത്യാസമില്ലാതെ കാറ്റും മഴയും കൊടും കാടുകളും താണ്ടി ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റുമാരുടെ ജീവിതം. യാത്രക്കാർ സുരക്ഷിതരായി ഉറങ്ങുമ്പോൾ കൂരിരുട്ടിൽ അവർക്ക് മാത്രം കാണാനും കേൾക്കാനും കഴിയുന്ന ചില ഭയാനകമായ സത്യങ്ങളുണ്ട്. റെയിൽവേ ട്രാക്കുകളിൽ എന്നോ സംഭവിച്ചതും ഇന്നും ഉത്തരം കിട്ടാത്തതുമായ ചില രഹസ്യങ്ങൾ. അങ്ങനെ ഒരു കഥയാണ് നാം ഈ വീഡിയോയിൽ നിന്ന് കേൾക്കാൻ പോകുന്നത്. ട്രെയിനുകളോട് ചെറുപ്പം മുതലേ വലിയ താല്പര്യമുണ്ടായിരുന്ന സെബാസ്റ്റ്യൻ എന്ന യുവാവ് തന്റെ സ്വപ്നമായ ലോക്കോ പൈലറ്റ് ജോലിയിലേക്ക് കടന്നു വരുമ്പോൾ അവനെ കാത്തിരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത അമാനുഷികവും ഭയപ്പെടുത്തുന്നതുമായ ചില അനുഭവങ്ങളായിരുന്നു. ജോസഫ് എന്ന സീനിയർ ഉദ്യോഗസ്ഥന്റെ കീഴിൽ പരിശീലനത്തിലെത്തിയ സെബാസ്റ്റ്യനെ നേരിടേണ്ടി വന്നതും ജോസഫിൽ നിന്ന് കേട്ടറിഞ്ഞതുമായ ആ നിഗൂഢമായ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. ഒരു ട്രെയിൻ ലോക്കോ പൈലറ്റ് ആകണമെന്നത് സെബാസ്റ്റ്യന് ചെറുപ്പം മുതലേ വലിയ ആഗ്രഹമായിരുന്നു. എന്താണെന്നറിയില്ല, ചെറിയ പ്രായം തൊട്ടേ അവന് ട്രെയിനുകളോട് വലിയ താല്പര്യമായിരുന്നു. പഠിച്ച ഡിഗ്രി കഴിഞ്ഞതും എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട എക്സാമുകളെല്ലാം അവൻ ക്ലിയർ ചെയ്തു. സെബാസ്റ്റ്യൻ അങ്ങനെ ഒരു വഴിക്ക് ലോക്കോ പൈലറ്റ് ജോലിയും കിട്ടി. ബേസിക് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഫീൽഡ് ട്രെയിനിങ് തുടങ്ങാനിരിക്കുന്ന സമയമാണത്. പൊതുവെ ലോക്കോ പൈലറ്റ് ട്രെയിനിങ്ങിന് പോകുന്നവരെ എടുത്തയുടനെ പാസഞ്ചർ ട്രെയിനിങ്ങിലോ എക്സ്പ്രസ് ട്രെയിനിങ്ങിലോ ഓപ്പറേറ്റ് ചെയ്യാനൊന്നും വിടില്ല. ആദ്യം ഗുഡ്സ് ട്രെയിനിൽ നിന്നാണ് അവരുടെ ട്രെയിനിങ്ങും ജോലിയും എല്ലാം തുടങ്ങുന്നത്. അങ്ങനെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിൽ പോയി അവിടെ റിപ്പോർട്ട് ചെയ്ത ശേഷം അടുത്ത നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയായിരുന്നു സെബാസ്റ്റ്യൻ. അപ്പോൾ അവിടെ വന്ന ഒരു ഓഫീസർ ഫീൽഡ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട്, റൂട്ട് നമ്പർ 850 പോകുന്ന ഗുഡ്സ് ട്രെയിനിലാണ് നിനക്ക് ട്രെയിനിങ് ഷിഫ്റ്റ് അലോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ റൂട്ടിൽ പകലും രാത്രിയും മാറി മാറി ഷിഫ്റ്റുകൾ വരും. അതിനനുസരിച്ച് പ്ലാൻ ചെയ്തോളാൻ പറയുകയും ചെയ്തു. കുറച്ച് സമയത്തിനുള്ളിൽ ആ ഗുഡ്സ് ട്രെയിനിങ്ങിന്റെ ലോക്കോ പൈലറ്റ് വരും. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ട്രെയിനിങ്ങിന് പോകാൻ പറഞ്ഞിട്ട് ആ ഓഫീസർ തന്റെ ജോലി നോക്കാൻ പോയി. ഒരു 10 മിനിറ്റിനുള്ളിൽ റിട്ടയർ ആകാൻ ഇനി ചുരുക്കം ചില വർഷങ്ങൾ മാത്രം ബാക്കിയുള്ള ആ പ്രായത്തിലുള്ള ഒരാൾ സെബാസ്റ്റ്യന്റെ അടുത്തേക്ക് വന്നു. വന്നയാൾ തന്നെ ജോസഫ് എന്ന് പരിചയപ്പെടുത്തിയിട്ട്, നീയാണോ പുതിയ ട്രെയിനി എന്ന് ചോദിച്ചു. അതേന്ന് സെബാസ്റ്റ്യൻ മറുപടി നൽകിയതും, ശരി വരൂ, നമുക്ക് പോകുന്ന വഴി സംസാരിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ആ ഗുഡ്സ് ട്രെയിനിന്റെ എഞ്ചിൻ കമ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് വന്നു. അതിനിടയിൽ തന്നെ സെബാസ്റ്റ്യന്റെ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു ജോസഫ്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. അവർ എഞ്ചിനിൽ കയറി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സിഗ്നൽ കിട്ടുകയും ആ ട്രെയിൻ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ പോകെ പോകെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ചും ആ അനുഭവങ്ങളിൽ നിന്നും പഠിച്ച കാര്യങ്ങളെക്കുറിച്ചും നടന്ന സംഭവങ്ങളെക്കുറിച്ചുമെല്ലാം സംസാരിച്ചു കൊണ്ടേയിരുന്നു ജോസഫ്. അതേസമയം ഒരു ട്രെയിൻ എങ്ങനെ കൈകാര്യം ചെയ്യണം, ബ്രേക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈവായി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അവർ പോയ ട്രാക്ക് നമ്പർ 850 എന്നത് 2 പ്രധാന നഗരങ്ങൾക്കിടയിലൂടെയുള്ള ഒരു ട്രാക്കാണ്. എന്നാൽ അല്പം പ്രശ്നം പിടിച്ചൊരു ട്രാക്ക് കൂടിയാണത്. ആകെ ദൂരം നോക്കിയാൽ 300 കിലോമീറ്റർ വരും. ഇതിൽ ഏകദേശം 50 കിലോമീറ്ററുകളോളം കൊടും കാട്ടിലൂടെയാണ് പോകേണ്ടത്. പകലിൽ ആ വഴി പോകുമ്പോൾ നല്ല മനോഹരമായിരിക്കും. എന്നാൽ ചില ആഴ്ചകൾക്ക് ശേഷം നൈറ്റ് ഷിഫ്റ്റിലേക്ക് മാറി. അപ്പോഴാണ് അതിലെ വെല്ലുവിളികൾ സെബാസ്റ്റ്യൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. പകലിൽ ഒരു ട്രെയിൻ ഓടിക്കുന്നതും രാത്രിയിൽ ട്രെയിൻ ഓടിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുള്ളതായി സെബാസ്റ്റ്യൻ അനുഭവപ്പെട്ടു. അതും കൊടുങ്കാടിന് നടുവിലൂടെ പോകുമ്പോഴുള്ള യാത്ര തികച്ചും വ്യത്യസ്തമായ ഒന്നായിരുന്നു. ട്രെയിനിന്റെ ഹെഡ്ലൈറ്റുകൾ ഒഴിച്ചാൽ വേറെ വെളിച്ചമൊന്നും ആ ഭാഗത്ത് തീരെയില്ലായിരുന്നു. കൊടുങ്കാട്ടിനുള്ളിൽ എത്രത്തോളം നാം ട്രെയിനിലാണെങ്കിലും എപ്പോഴും വളരെ ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് ജോസഫ് ഇടയ്ക്കിടെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. അതുപോലെ ഫോറസ്റ്റ് ഏരിയ കടക്കുന്നതുവരെ മിതമായ വേഗത മാത്രം നിലനിർത്താനും അദ്ദേഹം പറഞ്ഞു. ആ സമയത്തൊക്കെ ട്രെയിൻ ഒരു വലിയ മരത്തെ കടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ കുറ്റിക്കാടുകൾ പോലെയുള്ള സ്ഥലങ്ങൾ കടന്നു പോകുമ്പോഴോ ആരോ വശങ്ങളിൽ നിൽക്കുന്നത് പോലെ തോന്നലുകൾ സെബാസ്റ്റ്യനുണ്ടാകുമായിരുന്നു. അതൊക്കെ തരണം ചെയ്താവണം ആ പ്രത്യേക സ്ഥലത്ത് ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ സെബാസ്റ്റ്യന് ട്രെയിനിങ് നൽകിക്കൊണ്ടിരുന്ന സീനിയർ ആ പ്രത്യേക ഭാഗം വരുമ്പോൾ സെബാസ്റ്റ്യനോട് വലിയ സംസാരമൊന്നും വയ്ക്കാതെ ട്രെയിൻ ഓടിക്കുന്ന ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. എന്നാൽ ആ ഭാഗം കടന്നു കഴിഞ്ഞാൽ പിന്നെ സാധാരണ പോലെ സംസാരിക്കാൻ തുടങ്ങും ജോസഫ്. ആ സമയങ്ങളിൽ രാത്രി യാത്ര ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ കൈകാര്യം ചെയ്യണം, ഏത് സാഹചര്യത്തിലും പരിഭ്രാന്തരാകരുത്, ട്രെയിനിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് ആ കൊടും കാട്ടിലൂടെ പോകുമ്പോൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നതിനെക്കുറിച്ചും പലതവണ വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് അവരെ റൊട്ടേഷൻ ഷിഫ്റ്റുകളിൽ ഡ്യൂട്ടിക്കിടാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ട്രെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ
നിങ്ങൾക്ക് എന്തെങ്കിലും അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സെബാസ്റ്റ്യൻ ചോദിച്ചു. കുറച്ചുനേരം അതിനെക്കുറിച്ച് ചിന്തിച്ച ജോസഫ് താൻ ജോലിയിൽ കയറി ഒരു 5 വർഷത്തിനുള്ളിൽ നടന്ന ഒരു സംഭവം പറയാൻ തുടങ്ങി. ഇതെപ്പോഴാ നടന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു ഗുഡ്സ് ട്രെയിനിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിരുന്ന സമയത്ത് നടന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം വേറൊരു സ്ഥലത്തായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടന്നു. പൊതുവെ ട്രെയിൻ എഞ്ചിൻ വളരെ പവർഫുൾ ആണെന്നറിയാം. അതിന്റെ നിർമ്മാണം തന്നെ വളരെ സ്ട്രോങ്ങും നല്ല ഭാരവുമുള്ളതായിരിക്കും. വലിയൊരു ലോറിയുമായി കൂട്ടിയിടിച്ചാൽ തന്നെ അത് ട്രാക്കിൽ നിന്നും പാളം തെറ്റുമെന്നല്ലാതെ അത്ര പെട്ടെന്നൊന്നും എഞ്ചിന് കേടുപാടുകൾ സംഭവിക്കില്ല. അതുപോലെ ട്രെയിൻ ഒരേ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറ് പോലെയോ ബൈക്ക് പോലെയോ ബസ് പോലെയോ ബ്രേക്കിട്ട് പെട്ടെന്ന് അവിടെ തന്നെ നിർത്താനൊന്നും കഴിയില്ല. എത്ര തന്നെ ബ്രേക്കിട്ടാലും കുറച്ച് മീറ്ററുകൾ തെന്നിമാറിയതിനു ശേഷമേ അത് നിൽക്കുകയുള്ളൂ. ഇതൊക്കെ ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള ചില അടിസ്ഥാന കാര്യങ്ങളാണ്. ഒരു ദിവസം നൈറ്റ് ഷിഫ്റ്റിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സീനിയറും മറ്റൊരു പ്രവിശ്യയിലുള്ള ഒരു റൂട്ടിൽ ഗുഡ്സ് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അത് കാടുള്ള സ്ഥലമൊന്നല്ലായിരുന്നു. അതുകൊണ്ട് സാമാന്യം നല്ല സ്പീഡിൽ ട്രെയിൻ പോയിക്കൊണ്ടിരുന്നു. അർദ്ധരാത്രിക്ക് ശേഷം ജോസഫായിരുന്നു ട്രെയിൻ ഓടിച്ചിരുന്നത്. സമയം ഏകദേശം 2 മണിയായപ്പോൾ എഞ്ചിന്റെ മുൻവശത്ത് പൊടുന്നനെ എന്തോ ഇടിക്കുന്ന ഒരു ശബ്ദം കേട്ടു. ജോസഫ് ഈ ശബ്ദം ശ്രദ്ധിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ സീനിയർ ആ ശബ്ദം കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു. ഉടനെ എഴുന്നേറ്റ് പോയി എഞ്ചിന്റെ മുൻവശത്ത് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയ സീനിയർ. എന്നാൽ അവർ ഇരിക്കുന്ന സീറ്റ് വളരെ ഉയരത്തിലായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഇത് കണ്ട ജോസഫ്, എന്താണ് സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അതിനാ സീനിയർ, കുറച്ചു മുന്നേ ഏതെങ്കിലും ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്നത് കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. അതിന് ഇല്ലല്ലോ സാർ, എന്തു പറ്റിയെന്ന് ജോസഫ് ചോദിച്ചു. അദ്ദേഹം വീണ്ടും മുന്നിലേക്ക് എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ല, കുറച്ചു മുമ്പ് എന്തോ ട്രെയിനിൽ ഇടിച്ചതുപോലുള്ളൊരു ശബ്ദം കേട്ടു, അതാണ് ചോദിച്ചത്. ഇത് കേട്ടതും ട്രെയിൻ നിർത്തി നോക്കാമോ എന്ന് ജോസഫ് ചോദിച്ചു. അതിനാ സീനിയർ, വേണ്ട വേണ്ട, വിട്ടേക്ക്, നോക്കാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധയോടെ ഇരിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ജോസഫ് വീണ്ടും, എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അതിനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശാന്തമായി വേറെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പുലർച്ചെ ഒരു 5:30 ആയപ്പോൾ ആ ഗുഡ്സ് ട്രെയിൻ എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. വണ്ടി നിർത്തിയതും ജോസഫിന്റെ സീനിയർ ഇറങ്ങി എഞ്ചിന്റെ മുൻവശത്ത് പോയി നോക്കി. അയാൾ കുറച്ചുനേരം അങ്ങനെ തന്നെ സ്തബ്ധനായി നിന്നുപോയി. പിന്നാലെ വന്ന ജോസഫും എന്താണ് അവിടെ ഉള്ളതെന്ന് നോക്കി. അവിടെയുള്ളത് കണ്ട് ജോസഫിന് ഒരു നിമിഷം കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. കാരണം എഞ്ചിന്റെ മുൻവശത്ത് ഒരു മനുഷ്യ ശരീരം വളരെ ഭയാനകമായ രീതിയിൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ശരീരമൊക്കെ ഒരു വശം ട്രെയിനിനോട് ഒട്ടിയിരുന്ന് രാത്രി മുഴുവൻ പാളത്തിൽ ഉരച്ചുരസി വന്നതിനാൽ 2 കാലുകളും മുട്ടുവരെ അറ്റുപോയി. കാണാൻ തന്നെ ഒരുമാതിരി ഭീകരമായ അവസ്ഥയിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സീനിയർ സ്റ്റേഷനിൽ പോയി അവിടെയുണ്ടായിരുന്ന മറ്റുള്ളവരെയും പോലീസിനെയെല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് ഇതെവിടെയായിരിക്കും നടന്നത് എന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം അവർക്ക് വിശദീകരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ജോസഫിന്റെ അടുത്തേക്ക് വന്നു ആ സീനിയർ. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെയുണ്ടായിരുന്നവർ നോക്കാൻ തുടങ്ങി. ജോസഫിന്റെ അരികിൽ വന്ന് ശാന്തമായി അടുത്തിരുന്ന ആ സീനിയർ, എന്താ, പേടിച്ചു പോയോ എന്ന് ചോദിച്ചു. ആ ഞെട്ടലിൽ നിന്നും അതുവരെ പുറത്തു വന്നിട്ടില്ലായിരുന്ന ജോസഫ് ഒരു മറുപടിയും പറയാതെ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേ നിങ്ങൾക്കെന്തോ മനസ്സിലായിരുന്നല്ലോ, എന്നാ പിന്നെ വണ്ടി നിർത്തി നോക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അതിനാ സീനിയർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചത് വല്ല ആടോ മാടോ ഇടിച്ചതായിരിക്കുമെന്നാണ്. എന്നാൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ്. അതുമാത്രമല്ല, നടന്നതൊരു അപകടമാണ്. നമുക്ക് ട്രെയിൻ ഓടിക്കാൻ മാത്രമേ കഴിയൂ. അതിനു മുകളിൽ നടക്കുന്ന അപകടങ്ങൾക്ക് നമ്മളെങ്ങനെ ഉത്തരവാദിയാകും എന്നും അദ്ദേഹം ചോദിച്ചു. ജോസഫിനോട് ഇത് പറഞ്ഞത് മാത്രമല്ല, ഒരു 2 ദിവസം ലീവ് എടുത്തിട്ട് സാധാരണ നിലയിലായ ശേഷം ഡ്യൂട്ടിക്ക് വരാൻ ഉപദേശിക്കുകയും ചെയ്തു ആ സീനിയർ. അതിന് ജോസഫ് തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഇതുപോലെ ഒത്തിരി കണ്ടിട്ടുണ്ടോ സീനിയർ എന്ന്. അധികമൊന്നുമില്ല, എങ്കിലും കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. തന്റെ സീനിയർ പറഞ്ഞതുപോലെ തന്നെ 2 ദിവസം ലീവ് എടുത്തിട്ട് വീണ്ടും ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു ജോസഫ്. വന്നപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ അദ്ദേഹത്തെ ഉപദേശിച്ചു. അതുമാത്രമല്ല, ട്രെയിനിൽ നിന്നും എടുത്ത ശരീരത്തിൽ നിന്ന് ഒരു കത്ത് കിട്ടിയെന്നും അതെഴുത്താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നും ആ ഉദ്യോഗസ്ഥനെ അറിയിച്ചു. ശേഷം ജോസഫ് പതിവ് പോലെ അന്നത്തോട്ട് ഷിഫ്റ്റിൽ പോകാൻ തുടങ്ങി. ഇങ്ങനെ തനിക്കുണ്ടായ ആദ്യ അനുഭവത്തെക്കുറിച്ച് സെബാസ്റ്റ്യനോട് പറഞ്ഞു തീർത്ത് ജോസഫ്. രാത്രി സമയത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ സെബാസ്റ്റ്യന് ഒരുമാതിരി ഭയം തോന്നിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വേറെന്തെങ്കിലും അനുഭവമുണ്ടോ സാർ എന്ന് സെബാസ്റ്റ്യൻ ചോദിച്ചു. വേറെ അനുഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതാണ് ചോദിക്കുന്നതെന്ന് ജോസഫ് ചോദിച്ചു. അല്ല, പ്രേതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ
ഇത് കേട്ടതും ചെറുതായി ചിരിച്ചുകൊണ്ട് ജോസഫ്, അതൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ മറ്റൊരു ദിവസം പറയാമെന്ന് പറഞ്ഞു. അതിനുശേഷം കൂടുതലൊന്നും സംസാരിക്കാതെ അവർ പോകേണ്ട ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു ജോസഫും സെബാസ്റ്റ്യനും. തനിക്കുണ്ടായ ആദ്യ അനുഭവം പങ്കുവച്ചതിന് ശേഷം തനിക്കുണ്ടായ അമാനുഷിക അനുഭവങ്ങളെക്കുറിച്ച് സെബാസ്റ്റ്യൻ ജോസഫിനോട് ചോദിച്ചു. അദ്ദേഹമാകട്ടെ ചിരിച്ചുകൊണ്ട് മറ്റൊരു ദിവസം പറയാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. ആ സംഭാഷണം കഴിഞ്ഞതിനു ശേഷം ഒരാഴ്ചയിലധികം കാലം സെബാസ്റ്റ്യൻ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കാരണം ഓരോ ദിവസവും അവന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ജോസഫും പ്രധാനപ്പെട്ട പല വിവരങ്ങളും സെബാസ്റ്റ്യൻ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. വർക്ക് ഹെവി ആയിരുന്നതുകൊണ്ട് വേറെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ അവർക്ക് സമയം കിട്ടിയില്ല. അങ്ങനെ ഒരു 10 ദിവസത്തിനു ശേഷം ജോലിയിൽ അവർ കുറച്ച് ഫ്രീ ആയി. അപ്പോൾ അവർക്ക് ഒരു നൈറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടി ലഭിച്ചു. പുറപ്പെടേണ്ട സ്റ്റേഷനിൽ നിന്ന് സിഗ്നൽ കിട്ടിയതും ട്രെയിൻ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുകയും ഒരു ശരാശരി വേഗത കൈവരിക്കുകയും ചെയ്തു. ഈ സമയത്തൊക്കെ സെബാസ്റ്റ്യൻ തനിയെ ട്രെയിൻ കൈകാര്യം ചെയ്യാൻ പാകത്തിന് ട്രെയിനിങ് നേടിയിരുന്നു. അവനാണ് ലോക്കോ പൈലറ്റ് സീറ്റിലിരുന്ന് ആ ട്രെയിൻ കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പോഴാണ് ജോസഫ് തനിക്കുണ്ടായ ഭയാനകമായ അനുഭവത്തെക്കുറിച്ച് മറ്റൊരു ദിവസം പറയാമെന്ന് പറഞ്ഞ കാര്യം സെബാസ്റ്റ്യന്റെ ഓർമ്മയിൽ വന്നത്. അപ്പോൾ അടുത്തിരുന്ന ജോസഫിനോട് അവൻ സംസാരിക്കാൻ തുടങ്ങി. സീനിയർ എന്ന് സെബാസ്റ്റ്യൻ വിളിച്ചതും എന്താണെന്ന് മറ്റ് ജോസഫ് തിരിഞ്ഞു നോക്കി. അല്ല, നിങ്ങൾക്കുണ്ടായ പാരാനോർമൽ അനുഭവത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് സെബാസ്റ്റ്യൻ മടിച്ചു ചോദിച്ചു. അത് കേട്ടതും അദ്ദേഹം വീണ്ടും ഒന്ന് ചിരിച്ചിട്ട്, അത് നിർബന്ധമായും പറയണോ സെബാസ്റ്റ്യൻ എന്ന് ചോദിച്ചു. അതിന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ധൈര്യത്തോടെ ഇരിക്കുമല്ലോ എന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞു. കുറച്ചുനേരം ചിന്തിച്ചതിന് ശേഷം ജോസഫ് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറയാൻ പോകുന്ന കാര്യം എനിക്ക് നേരിട്ട് സംഭവിച്ചതല്ല. എന്നാൽ നീ ഫീൽഡ് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തപ്പോൾ ഒരു ഓഫീസർ ആദ്യം വന്ന് നിനക്ക് ബ്രീഫിംഗ് നൽകിയില്ലേ, അദ്ദേഹത്തിന് നേരിട്ടുണ്ടായ ഒരു അനുഭവമാണിത് എന്ന് ജോസഫ് പറഞ്ഞു തുടങ്ങി. അത് കേട്ടതും അപ്പോൾ അത് നിങ്ങൾക്ക് സംഭവിച്ചതല്ലേ എന്ന് സെബാസ്റ്റ്യൻ ചോദിച്ചു. അതിന് ചിരിച്ചുകൊണ്ട് ഏകദേശം എനിക്കും സംഭവിച്ചതാണെന്ന് വെച്ചോ. ശരി പറയൂ എന്ന് പറഞ്ഞതും ജോസഫ് നടന്നത് പറയാൻ തുടങ്ങി. നിനക്ക് ബ്രീഫിംഗ് നൽകിയ ആ ഓഫീസറുടെ പേര് ടോം എന്നാണ്. ഞാൻ റെയിൽവേ ജോയിൻ ചെയ്യുന്നതിന് 3 വർഷം മുമ്പ് തന്നെ അദ്ദേഹം ജോയിൻ ചെയ്തിരുന്നു. ഫീൽഡ് ട്രെയിനിങ് തുടങ്ങി കുറച്ച് ഷിഫ്റ്റുകൾ പോയിക്കൊണ്ടിരുന്ന സമയമാണത്. ഇപ്പോൾ എല്ലാ ട്രെയിനുകളും ഡീസൽ എഞ്ചിനിൽ നിന്ന് ഏകദേശം ഇലക്ട്രിക്കലായി മാറി. എന്നാൽ ഇത് നടന്ന സമയത്ത് ഡീസൽ എഞ്ചിനുകൾ അധികം വരാതെ സ്റ്റീം എഞ്ചിനുകൾ ഉപയോഗത്തിലുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. ഓരോ പ്രധാന ജംഗ്ഷന്റെ അടുത്തും റെയിൽ എഞ്ചിനുകളും കമ്പാർട്ട്മെന്റുകളെല്ലാം ശരിയാക്കാനും മോഡിഫൈ ചെയ്യാനുമായി ലോക്കോ ഷെഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടാകും. അവിടെ കൊണ്ടുപോയിട്ടാണ് എഞ്ചിനായാലും കമ്പാർട്ട്മെന്റ് ആയാലും എന്ത് പ്രശ്നമാണെങ്കിലും പരിശോധിച്ച് പരിഹരിക്കുന്നത്. സാധാരണയായി അത്തരം ലോക്കോ ഷെഡുകളിൽ 3 ഷിഫ്റ്റുകളിലായി ജോലിക്കാർ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്കുള്ള ജോലികളും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ലോക്കോ ഷെഡിൽ ധാരാളം സേഫ്റ്റി ഫീച്ചറുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് ഇപ്പോഴുള്ളതുപോലെയുള്ള വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ലോക്കോ ഷെഡുകളിൽ പല മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതിൽ ചില ഭയാനകമായ അപകടങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് ജോസഫ് ഒന്ന് നിർത്തി. എല്ലാം കൃത്യമാണോ എന്ന് പരിശോധിച്ച ശേഷം അദ്ദേഹം വീണ്ടും പറയാൻ തുടങ്ങി. അങ്ങനെയാണ് 1973 ഒരു ലോക്കോ ഷെഡിൽ തകരാറിലായ ഒരു സ്റ്റീം എഞ്ചിൻ റിപ്പയർ ചെയ്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ആ സ്റ്റീം എഞ്ചിന്റെ ബോയിലർ പൊട്ടിത്തെറിച്ചത്. ആ അപകടം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിൽ എഞ്ചിന്റെ അടുത്ത് തന്നെ നിന്നിരുന്ന 4 ജോലിക്കാർ തൽക്ഷണം മരിച്ചുപോയി. അതുമാത്രമല്ല 10ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ആ സമയത്ത് അതൊരു വലിയ പ്രശ്നമായി മാറി. അതിനുശേഷം ആ പ്രത്യേക ഷെഡ് ശരിയാക്കി ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ തുടർന്നും ആ ഷെഡിൽ മാത്രം പുതുതായി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നവർക്ക് വലിയ അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങിയതോടെ ഇതിനെക്കുറിച്ചുള്ള പരാതികൾ തുടർച്ചയായി ആ ഷെഡിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചുകൊണ്ടേയിരുന്നു. ആദ്യം അവർ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കി. എന്നാൽ ജോലിക്കാർ തുടർച്ചയായി പരാതിപ്പെട്ടതോടെ വേറെ വഴിയില്ലാതെ ആ പ്രത്യേക ഷെഡിൽ നടന്നിരുന്ന പ്രവർത്തനങ്ങളെല്ലാം മറ്റൊരു ഷെഡിലേക്ക് മാറ്റി. അങ്ങനെ മാറ്റിയതിനു ശേഷം ആ പഴയ ഷെഡിന് അവർ വലിയൊരു പൂട്ടിട്ടു. അവിടെ ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായും ആ സ്ഥലം മറ്റെന്തിനെങ്കിലും ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ അന്ന് അതിനാവശ്യമായ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് അവരത് അങ്ങനെ തന്നെ വിട്ടു. അപ്പോഴാണ് ആ സ്ഥലത്തിന് ചുറ്റും മറ്റൊരു പ്രശ്നം ആരംഭിക്കുന്നത്. പൂട്ടിയിട്ട ആ ഷെഡിനുള്ളിൽ നിന്ന് എന്തോ വിചിത്രമായ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്നും ആരോ നടക്കുന്നത് പോലെയുള്ള സംസാരിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ വരുന്നുണ്ടെന്നും അതുപോലെ ഉള്ളിൽ നിന്ന് ആരോ സിഗരറ്റ് വലിക്കുന്ന മണം വരുന്നതായും അവിടെയുള്ള ജോലിക്കാർ ഇടയ്ക്കിടെ പരാതിപ്പെടാൻ തുടങ്ങി. അവർ ചിന്തിച്ചത് ആ സ്ഥലത്തേക്ക് പുറത്തു നിന്നുള്ള ആരും പോകാൻ സാധ്യതയില്ല. കാരണം 24 മണിക്കൂറും ആ സ്ഥലത്തിന് ചുറ്റും ആളുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പുറത്തുനിന്ന് പുതുതായി ആർക്കും ഉള്ളിലേക്ക് വരാൻ സാധിക്കില്ല. അപ്പോൾ ഉള്ളിൽ ആളുകളുള്ളതുപോലെയുള്ള ശബ്ദം എങ്ങനെ കേൾക്കും?
അതിനവർക്കുണ്ടായിരുന്ന ഒരേയൊരു വിശദീകരണം അവിടെ മുമ്പുണ്ടായിരുന്ന അപകടത്തിൽ മരിച്ചവർ തന്നെയാണ് ഇപ്പോഴും അവിടെ പ്രേതമായി നടക്കുന്നതെന്നായിരുന്നു. അതോടെ അവിടെ ഒരു ഭയം പടരാൻ തുടങ്ങി. എപ്പോഴും ഇത്തരത്തിലുള്ള വാർത്ത പടരാൻ തുടങ്ങിയതിനാൽ, അതും പ്രേതമുണ്ടെന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പടരാൻ തുടങ്ങിയാൽ അത് അവിടെയുള്ള എല്ലാവർക്കിടയിലും വളരെ വേഗത്തിൽ പടരും. അതുതന്നെയാണ് അവിടെയും സംഭവിച്ചത്. അടച്ചിട്ടിരുന്ന ആ ഷെഡിൽ പ്രേതമുണ്ടെന്ന വിവരം 3 ഷിഫ്റ്റിലും ജോലി ചെയ്ത എല്ലാവർക്കും വരുന്നു. ഇത് നുണയാണെന്ന് തെളിയിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോ തവണയും എന്തെങ്കിലും ഒരു കാര്യം അവിടെ നടന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ആ സ്ഥലം ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന് നോക്കിയാൽ അവിടെയും ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ഷെഡിൽ ജോലി ചെയ്യുന്നവർക്കും ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കും എല്ലാവർക്കുമുള്ള റെസ്റ്റ് റൂം ആ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ കാലമായി അവിടെ ഉണ്ടായിരുന്ന ഒരു സൗകര്യമായിരുന്നു അത്. ആ ഷെഡ് പ്രവർത്തിച്ചിരുന്ന കാലത്തോളം ഒരു പ്രശ്നവുമില്ലായിരുന്നു. എന്നാൽ എപ്പോഴാണോ ആ ഷെഡ് പൂട്ടിയതും അവിടെ പ്രേതശല്യമുണ്ടെന്ന വിവരം പടരാൻ തുടങ്ങിയതും അന്നു മുതൽ രാത്രി സമയത്ത് ആ റെസ്റ്റ് റൂമിന്റെ ഭാഗത്തേക്ക് പോകാൻ പലരും ഭയന്നു. ഉന്നത ഉദ്യോഗസ്ഥർ എത്രയൊക്കെയോ പറഞ്ഞു നോക്കി. പക്ഷേ ആ സ്ഥലത്തിന്റെ അടുത്തേക്ക് പോകാൻ തന്നെ എല്ലാവർക്കും ഒരു ഭയം തോന്നി തുടങ്ങി. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ അവർ കുറച്ചു. ഇവർ എന്തു പറഞ്ഞിട്ടും കേൾക്കാത്തതുകൊണ്ട് രാത്രി സമയത്ത് ആ ടോയ്ലറ്റ് ഉപയോഗിക്കരുതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അങ്ങനെ ഒരു 7-8 വർഷത്തിലധികമായി. അപ്പോഴാണ് ഫീൽഡ് ട്രെയിനിങ്ങിനിടെ ടോം ഉള്ളിലേക്ക് വന്നത്. ടോം പുതിയൊരാളായതുകൊണ്ട് ആ പഴയ ഷെഡിനെക്കുറിച്ചും അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചും അവനൊന്നും അറിയില്ലായിരുന്നു. അവനോട് ആരും പറഞ്ഞതുമില്ല. എല്ലാവരെയും പോലെ പതിവ് പോലെ ആ റെസ്റ്റ് റൂം തന്നെ അവന് ഉപയോഗിച്ചു വന്നു. അപ്പോൾ അവൻ ആദ്യമായി നൈറ്റ് ഷിഫ്റ്റ് ആരംഭിച്ചു. അന്ന് ഷിഫ്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് പതിവ് പോലെ ടോം റെസ്റ്റ് റൂമിൽ പോയി. അതിന് ആ പഴയ ഷെഡ് കടന്നു തന്നെ പോകണമായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഒന്നും തോന്നിയില്ല. എന്നാൽ തിരികെ വരുമ്പോൾ പൂട്ടിയിട്ടിരുന്ന ആ പഴയ ഷെഡിൽ നിന്ന് ആരോ സംസാരിക്കുന്ന ശബ്ദവും നടക്കുന്ന ശബ്ദവുമെല്ലാം അവന് കേൾക്കാൻ കഴിഞ്ഞു. അവൻ ആ പഴയ ഷെഡിനെ കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് അവൻ ആ പൂട്ടിയിട്ട ഷെഡിനടുത്തേക്ക് പോയി. ഹലോ, ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സംസാര ശബ്ദം പെട്ടെന്ന് നിലച്ചു. വീണ്ടും ടോം ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഉള്ളിലുണ്ടായിരുന്ന ആരോ ഒരാൾ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ചോദിച്ചത് അവന് വളരെ വ്യക്തമായി കേൾക്കായിരുന്നു അത്രേ. ഇത് കേട്ടതും ഉള്ളിൽ ആരോ പെട്ടുപോയെന്ന് വിചാരിച്ച് വെയിറ്റേ, ഞാൻ പോയി ആളുകളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വളരെ വേഗത്തിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിലേക്ക് ഓടിപ്പോയി. അവിടെ പോയി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ ഒരു ഉദ്യോഗസ്ഥനോട് സാർ, ആ പഴയ ഷെട്ടിൽ ആരോ പെട്ടുപോയെന്ന് തോന്നുന്നു, സഹായം വേണമെന്ന് ചോദിക്കുന്നു, വേഗം വരൂ, എന്താണെന്ന് പോയി നോക്കാം എന്ന് ടോം പറഞ്ഞു. ശാന്തമായി ടോമിനെ തലയുയർത്തി നോക്കിയ ആ ഉദ്യോഗസ്ഥൻ ഏത് ഷെഡിൽ എന്ന് ചോദിച്ചു. അതിന് ടോം അതാണ് സാർ, ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴിയിലില്ലേ ആ ഷെഡ്, അതിൽ നിന്നാണ് ഒരാൾ സഹായം ചോദിച്ചത്, കുറച്ച് വേഗം വരൂ സർ എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉദ്യോഗസ്ഥൻ ഒന്ന് ഞെട്ടി. ഏത്, പൂട്ടിയിട്ടിരിക്കുന്ന ആ ഷെഡിലാണോ നീ പറയുന്നേ? അവനൊന്നും അറിയാതെ ആ ഷെഡ് തന്നെയാണ് സർ, വേഗം വാ എന്ന് ടോം വിളിച്ചു. ഇത് കേട്ടതും ഇദ്ദേഹം കൂടുതൽ ഞെട്ടി. ടോം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റുള്ളവരും അടുത്തേക്ക് വന്നു. ടോം പറഞ്ഞത് കേട്ട് അവരും ഞെട്ടി പരസ്പരം നോക്കി നിൽക്കുകയായിരുന്നു. ഇത് ശ്രദ്ധിച്ച ടോം എന്താ സാർ എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ, വരൂ അവിടെ പോയി എന്താ നോക്കാം എന്ന് പറഞ്ഞ് ധൃതി കൂട്ടി. അവർക്ക് ആ ഷെഡിലെ പ്രശ്നം എന്താണെന്ന് വളരെ നന്നായി അറിയാമായിരുന്നിട്ടും ഒരുപക്ഷെ പുറത്തു നിന്നുള്ള ആരെങ്കിലും അവർക്കറിയാതെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നൊരു സംശയം അവർക്കിടയിലുണ്ടായി. അതുകൊണ്ട് ഉടൻ തന്നെ ആ ഉദ്യോഗസ്ഥൻ തന്റെ അസോസിയേറ്റിനെ വിളിച്ച് ആ ഷെഡിന്റെ താക്കോൽ എടുത്തുകൊണ്ടുവരൂ, എന്താണെന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് പുറപ്പെട്ടു. താക്കോലും എടുത്ത് ടോമിനെ കൂട്ടി 5-6 പേർ ആ പഴയ ഷെഡിലേക്ക് വേഗത്തിൽ നടന്നു വന്നു. അവർ അടുത്തേക്ക് വരുംതോറും ഉള്ളിലാരും ഉണ്ടെന്നതിന്റെ ലക്ഷണങ്ങൾ അവർക്ക് മനസ്സിലായി തുടങ്ങി. ഇത് തിരിച്ചറിഞ്ഞതോടെ അവിടെ വന്ന പലർക്കും ഒരു ഭാഗത്ത് ഭയം തോന്നി. ഇതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടുവന്ന ആ ഉദ്യോഗസ്ഥൻ ആ ഷെഡ് തുറക്കാൻ പറഞ്ഞു. എന്നാൽ അത് തുറക്കാൻ ആരും തയ്യാറായില്ല. ഉടനെ ആ താക്കോല് വാങ്ങി ടോമിന്റെ കയ്യിൽ കൊടുത്തിട്ട് നീ പോയി ആ ഷെഡ് തുറക്ക് എന്ന് പറഞ്ഞു. ടോമും ആ താക്കോൽ വാങ്ങിപ്പോയി കഷ്ടപ്പെട്ട് ആ ഷെഡിന്റെ തുരുമ്പിച്ച പൂട്ട് തുറന്ന് ആ ഷട്ടർ മുകളിലേക്ക് ഉയർത്താൻ നോക്കി. എന്നാൽ അത് വളരെ ടൈറ്റായിരുന്നതിനാൽ കൂടെ വന്നവരും പോയി സഹായിച്ചു. വളരെ ബുദ്ധിമുട്ടി ആ ഷെഡിന്റെ ഷട്ടർ മുകളിലേക്ക് ഉയർത്തി. ഉള്ളിലേക്ക് നോക്കിയവർക്ക് ഒരു ഞെട്ടലാണ് കാത്തിരുന്നത്. കാരണം ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ കണ്ണിൽ കണ്ടതെല്ലാം വെറുമൊരു ഒഴിഞ്ഞ ഷെഡ് മാത്രമായിരുന്നു. എല്ലാവരും തങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന ടോർച്ച് ഓൺ ചെയ്ത് ചുറ്റും അടിച്ചു നോക്കി തിരയുന്നുണ്ട്. എന്നാൽ ഉള്ളിൽ ആരുമില്ല. ആ വലിയ ഷെഡിന്റെ അങ്ങേയറ്റത്തുണ്ടായിരുന്ന വാതിലും അടഞ്ഞുകിടക്കുകയായിരുന്നു. ടോമിന് അവിടെ നടക്കുന്നതൊന്നും വിശ്വസിക്കാനേ ആയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ ഏതോ ഒരാൾ ഉണ്ടായിരുന്നുവെന്നും അയാൾ സഹായം ചോദിച്ചുവെന്നും അവൻ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. എന്നാൽ ആ ഷെഡ് ഓപ്പൺ ചെയ്തു നോക്കിയപ്പോൾ ഉള്ളിൽ ആരുമില്ലാത്തത് കണ്ട്
അവനും ശരിക്കും ഞെട്ടിപ്പോയി. വന്നവർ കൂടുതൽ നേരം അവിടെ നിൽക്കാൻ ആഗ്രഹിക്കാതെ ആ സ്ഥലം പഴയതുപോലെ തന്നെ ലോക്ക് ചെയ്തിട്ട് വളരെ വേഗത്തിൽ ഓഫീസിലേക്ക് മടങ്ങി. പിന്നാലെ ടോമും ഒന്നും മനസ്സിലാകാതെ നടന്നു. ഓഫീസിലെത്തിയതിനു ശേഷമാണ് അവിടെ ജോലി ചെയ്തിരുന്ന ഒരാൾ ടോമിനെ തനിച്ച് വിളിച്ച് അവിടെ നടന്നിരുന്നതെല്ലാം പറഞ്ഞു കൊടുത്തത്. ഇത് കേട്ട ടോമിന് ഭയം തോന്നാൻ തുടങ്ങി. നടന്ന കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും അവന്റെ മനസ്സിലേക്ക് വരുംതോറും അവന്റെ ഭയം കൂടുതൽ വർദ്ധിക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ അന്ന് നൈറ്റ് ഷിഫ്റ്റ് ട്രെയിനിങ് കഴിഞ്ഞ് പോയി കിടന്നു ടോം. കിടന്നവന് പേടി കൊണ്ട് തന്നെ ഭയങ്കരമായ പനി പിടിച്ചു. ആ പനി മാറി അവൻ തിരികെ ഡ്യൂട്ടിക്ക് വരുമ്പോഴേക്കും അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിവായിട്ടുണ്ടായിരുന്നു. ടോം തിരികെ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ചിലർ നേരിട്ട് തന്നെ അവനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. അതിനുശേഷം ആ പഴയ ഷെഡിന്റെ ഭാഗത്തേക്ക് പകൽ സമയത്ത് പോകാൻ തന്നെ പല ജോലിക്കാരും ഭയപ്പെടാൻ തുടങ്ങി. ധൈര്യസമേതം ആ ഭാഗത്തേക്ക് പോയ പലരും ആ പഴയ ഷെഡിൽ ആരോ നടക്കുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കുന്നുണ്ടെന്നും ആരോ സംസാരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെന്നും പറയാൻ തുടങ്ങി. എന്നാൽ ആർക്കും ടോമിനുണ്ടായതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. ഇപ്പൊ പോയി ടോമിനോട് അതിനെക്കുറിച്ച് ചോദിച്ചാലും ആ സംഭവം എന്തോ ഇന്നലെ നടന്നതുപോലെ അവൻ പറയുമെന്ന് ജോസഫ് പറഞ്ഞു. ഇത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതും രണ്ടുപേരും നിശബ്ദരായി. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം, ശരി, ഇതിന് നിങ്ങൾക്ക് തമ്മിൽ എന്താ ബന്ധം എന്ന് സെബാസ്റ്റ്യൻ ചോദിച്ചു. അതിന് വലുതായിട്ടൊന്നുമില്ല. ഞാൻ ജോലിക്ക് കയറിയ പുതുമയിൽ എനിക്കും അതുപോലെ നടക്കുന്ന ശബ്ദവും സംസാരിക്കുന്ന ശബ്ദവും എല്ലാം കേട്ടിരുന്നു. ഇതിനെക്കുറിച്ച് എൻ്റെ സീനിയേഴ്സിനോട് പറഞ്ഞപ്പോൾ അവിടെ നടന്നതെല്ലാം എന്നോടും അവർ പറഞ്ഞു. അതിനുശേഷം ഞാനും ആ ഭാഗത്തേക്ക് പോകുന്നത് തന്നെ കുറച്ചു. വീണ്ടും ചില മിനിറ്റുകളുടെ നിശബ്ദതയ്ക്ക് ശേഷം, ഇപ്പോഴും ആ പഴയ ഷെഡ് അവിടെ ഉണ്ടോ സീനിയർ എന്ന് സെബാസ്റ്റ്യൻ ചോദിച്ചു. എന്താ നീ അതിനുള്ളിൽ പോയി അന്വേഷിക്കാൻ പോവുകയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതിനല്ല സീനിയർ, അറിഞ്ഞിരുന്നാൽ ഞാനും സുരക്ഷിതനായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അതിനൊന്നും ഭയപ്പെടേണ്ട. 15 വർഷങ്ങൾക്ക് മുമ്പേ അതൊക്കെ ഇടിച്ചു നിരത്തി വേറെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് ജോസഫ് പറഞ്ഞു. അങ്ങനെ സംസാരത്തിനിടയിൽ ഇനിയും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞതും സെബാസ്റ്റ്യനിൽ വീണ്ടും ഒരു ആകാംക്ഷ ജനിച്ചു. ചില മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും സീനിയർ എന്ന് തുടങ്ങിയ ഉടനെ, നീ അടുത്തത് എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. മിണ്ടാതെ ജോലി നോക്ക്, മറ്റൊരു ദിവസം പറയാം എന്ന് പറഞ്ഞ് ജോസഫ് നിശബ്ദനായി. ഇത് കേട്ട് സെബാസ്റ്റ്യനും നിശബ്ദനായിരുന്നു. അവസാനമായി അദ്ദേഹം പറഞ്ഞ സംഭവത്തിന് ശേഷം സെബാസ്റ്റ്യൻ ജോസഫും പതിവുപോലെ അവരുടെ ജോലി നോക്കാൻ തുടങ്ങി. എങ്കിലും തുടർന്ന് വന്ന ദിവസങ്ങളിൽ വലിയ ടൈറ്റ് ഷെഡ്യൂളൊന്നുമില്ലായിരുന്നു. കുറച്ച് വർക്ക് ഫ്രീ ആയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ പുറപ്പെടേണ്ട സ്റ്റേഷനിൽ നിന്ന് സിഗ്നൽ കിട്ടി ട്രെയിൻ മുന്നോട്ടെടുക്കാൻ തുടങ്ങി. നോർമൽ സ്പീഡിലെത്തിയ ശേഷം സെബാസ്റ്റ്യൻ ആ ട്രെയിൻ വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് ജോസഫ് ശ്രദ്ധിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് സെബാസ്റ്റ്യനോട് അദ്ദേഹം തന്നെ സംസാരിക്കാൻ തുടങ്ങി. എന്താ സെബാസ്റ്റ്യൻ, ഇന്നെന്താ ഒന്നും സംസാരിക്കാതെ വരുന്നേ എന്ന് ചോദിച്ചപ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നുമില്ല സർ, ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ തെറ്റായി വിചാരിക്കുമോ എന്ന് കരുതിയാണ് മിണ്ടാതിരിക്കുന്നത്. ഇത് കേട്ട് അദ്ദേഹം കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, എപ്പോഴും നീയല്ലേ എന്തെങ്കിലും പറയാൻ ആവശ്യപ്പെടാറുള്ളേ. ഇത്തവണ ഞാൻ നേരിട്ട് കണ്ട ഒരു അനുഭവം നിന്നോട് പറയാമെന്ന് കരുതുന്നു. ഇത് റെയിൽവേയിലുള്ള ചുരുക്കം ചിലർക്ക് മാത്രം അറിയാവുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് പുറത്താരോടും വലിയതായി പറയരുത് എന്ന് തുടക്കത്തിൽ തന്നെ ജോസഫ് ഒരു മുന്നറിയിപ്പ് നൽകി. ആ മുന്നറിയിപ്പ് നൽകിയതും അതുവരെ ഇല്ലാതിരുന്ന ഒരു ആകാംക്ഷ സെബാസ്റ്റ്യനിലുണ്ടായി. തുടർന്ന് ജോസഫ് പറയാൻ പോകുന്നത് കേൾക്കാൻ സെബാസ്റ്റ്യൻ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ജോസഫ് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ജോലിയിൽ കയറിയിട്ട് ഒരു 10 വർഷമായിട്ടുണ്ടാവും. ഗുഡ്സ് ലോക്കോ പൈലറ്റായിരുന്ന ഞാൻ പാസഞ്ചർ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റായി സർവീസ് തുടങ്ങിയ സമയത്താണ് അത് നടന്നത്. അപ്പോൾ ഇവിടെയുള്ള റൂട്ടിലൊന്നും അല്ല ജോലി ചെയ്തിരുന്നത്. മറ്റൊരു സംസ്ഥാനത്തെ ഒരു ഗ്രാമീണ മേഖലയിലായിരുന്നു. ആ റൂട്ട് ഒരു കാലത്ത് ആളുകൾ ധാരാളമായി ഉപയോഗിച്ചിരുന്ന ഒന്നാണ്. എന്നാൽ അദ്ദേഹം ജോയിൻ ചെയ്ത സമയത്ത് ആ റൂട്ടിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കൃത്യമായി ട്രെയിൻ നിറയാനുള്ള ആളുകൾ വന്നാൽ തന്നെ വലിയ കാര്യമെന്ന് പറയണം. 85 മുതൽ 100 കിലോമീറ്റർ വരെ ദൂരമുണ്ടായിരുന്ന ആ റൂട്ടിനിടയിൽ ചെറുതും അതിലും ചെറുതുമായ 4-5 സ്റ്റേഷനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയൊക്കെ 1 മിനിറ്റ് ട്രെയിൻ നിർത്തിയാൽ തന്നെ വലിയ കാര്യമാണ്. അങ്ങനെയൊരു റൂട്ടാണത്. അതുപോലെ അധികം ശല്യമില്ലാത്ത ഒരു റൂട്ടാണെന്നും അവർ പറഞ്ഞിരുന്നു. ചില എക്സ്പ്രസ് ട്രെയിനുകൾ ആ വഴി പോകാറുണ്ടെങ്കിലും അതൊന്നും മിക്കവാറും ആ സ്റ്റേഷനുകളിൽ നിർത്താറില്ല. ജോസഫ് ആ വഴി പോകുന്ന പാസഞ്ചർ ട്രെയിനിലാണ് ജോലി ചെയ്തിരുന്നത് എന്നതുകൊണ്ട് തീർച്ചയായും ആ സ്റ്റേഷനുകളെല്ലാം നിർത്തി വേണം പോകാൻ. ആ വഴി 2 തവണ അപ്പ് ആൻഡ് ഡൗൺ പോയി വരുന്ന ഒരു പാസഞ്ചർ ട്രെയിനിലാണ് ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നത്. രാവിലെ 7 മണിക്ക് ആ ട്രെയിൻ മെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടാൽ അപ്പ് ആൻഡ് ഡൗൺ പോയി വരാൻ എങ്ങനെയെങ്കിലും ഒരു 4-5 മണിക്കൂർ എടുക്കും. അതുപോലെ വൈകുന്നേരം 4 മണിക്ക് എടുത്താൽ ട്രിപ്പ് കഴിഞ്ഞ് തിരികെ അതേ സ്റ്റേഷനിൽ വരാൻ ഏകദേശം 9 മണി കഴിയും. അങ്ങനെ ജോസഫും അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റന്റും ആ ട്രെയിനിൽ ഷിഫ്റ്റിലുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ
ആ റൂട്ടിലൂടെ പോകുമ്പോൾ ഒരു ചെറിയ സ്റ്റേഷനിൽ പതിവിന് വിപരീതമായി വലിയ തിരക്കുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ജോസഫിന് നന്നായി മനസ്സിലായി. ആ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും വന്നാൽ ചോദിക്കാമെന്ന് ജോസഫ് കരുതി. അപ്പോൾ ട്രെയിനിന് സിഗ്നൽ കൊടുക്കുന്നയാൾ അവിടെ വന്നു. അദ്ദേഹത്തോട് അവിടെ എന്താണ് പ്രശ്നമെന്ന് ജോസഫ് ചോദിച്ചു. അതിന് അദ്ദേഹം ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല സർ, അതാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ മറുപടി ജോസഫിന് തികച്ചും വ്യത്യസ്തമായി തോന്നി. അതിനുള്ളിൽ സമയം വൈകിയതിനാൽ ജോസഫ് ട്രെയിൻ മുന്നോട്ടെടുത്ത് പുറപ്പെട്ടു. ശരി, ആരെങ്കിലും ട്രെയിനിന് മുന്നിൽ ചാടാൻ പോയി കാണും. അവരെ രക്ഷിച്ചിട്ട് ചുറ്റും നിന്ന് ശകാരിക്കുകയായിരിക്കും എന്ന് കരുതി ജോസഫ് അത് വലിയ കാര്യമാക്കാതെ പോയി. ആ ഷിഫ്റ്റ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അവിടെ ആരുമില്ലാത്തതിനാൽ അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിച്ചതുമില്ല. ഇങ്ങനെ ഒരു മാസത്തിലധികം കഴിഞ്ഞുപോയി. അപ്പോൾ വീണ്ടും ഒരു മോർണിംഗ് ഷിഫ്റ്റിൽ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതേ സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ കൂട്ടം കൂടുതലായിരുന്നു. ഇത്തവണ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാൻ പോലും മുമ്പിൽ ആരും ഉണ്ടായിരുന്നില്ല. പിന്നിൽ നിന്ന് സിഗ്നൽ കിട്ടിയതും ജോസഫ് ട്രെയിൻ അവിടെ നിന്ന് മുന്നോട്ടെടുത്തു. ആദ്യത്തെ തവണ നടന്നതുപോലെ തന്നെ തിരികെ വരുമ്പോൾ ആ സ്റ്റേഷനിൽ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 2 മാസം കടന്നുപോയി. വീണ്ടും അതേ സ്റ്റേഷനിൽ മോർണിംഗ് ഷിഫ്റ്റ് ട്രെയിൻ പോയി നിന്നപ്പോൾ അവിടെ വീണ്ടും ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. എന്താ ഇവിടെ മാത്രം ഇടയ്ക്കിടെ ഇങ്ങനെ ആളുകൾ കൂടുന്നത് എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സംശയം ഉയർന്നു. അന്ന് രാവിലെ ഷിഫ്റ്റ് കഴിഞ്ഞ് മെയിൻ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയതും സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്ത് പോയി ആ പ്രത്യേക സ്റ്റേഷന്റെ പേര് പറഞ്ഞ് അവിടെ എന്താണ് പ്രശ്നമെന്ന് ജോസഫ് ചോദിച്ചു. അതിന് അദ്ദേഹം തലയുയർത്തി നോക്കിയിട്ട്, നിനക്കെന്തിനാ അതൊക്കെ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാതെ നിന്റെ ജോലി മാത്രം നോക്ക് എന്ന് പറഞ്ഞ് ആ ഉദ്യോഗസ്ഥൻ ശകാരിച്ചു വിട്ടു. അദ്ദേഹം അങ്ങനെ സംസാരിച്ചതിൽ നിന്ന് തന്നെ അവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന കാര്യം അദ്ദേഹത്തിന് നന്നായി മനസ്സിലായി. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് താഴെയുള്ള ഉദ്യോഗസ്ഥനോട് ചോദിച്ചു. അതിന് അദ്ദേഹം, എനിക്കൊന്നും അറിയില്ല ജോസഫ്, പക്ഷേ ആ സ്റ്റേഷനിൽ എന്തോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് മാത്രം അറിയാം എന്ന് വ്യക്തമാക്കി. അതിന് ജോസഫ് പറഞ്ഞത്, എന്തായാലും ആ മനുഷ്യൻ ഞങ്ങളോട് പറയാതിരിക്കില്ല. അങ്ങനെ ഏതെങ്കിലും അറിഞ്ഞാൽ തീർച്ചയായും എന്നോട് പറയണം സർ എന്ന് പറഞ്ഞിട്ട് ജോസഫ് തന്റെ ഷിഫ്റ്റിനായി പോയി. അങ്ങനെ ഒരു 4-5 മാസം കടന്നുപോയി. ആ 4-5 മാസത്തിനുള്ളിൽ 2 തവണ ആ പ്രത്യേക സ്റ്റേഷനിൽ മാത്രം വീണ്ടും വീണ്ടും എന്തോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് നന്നായി മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ജോസഫിനെ ശകാരിച്ച ആ ഉദ്യോഗസ്ഥൻ വിളിപ്പിച്ചതായി ഒരാൾ വന്ന് പറഞ്ഞത്. അദ്ദേഹം എന്തിനാണ് തന്നെ വിളിക്കുന്നത്, എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടാകുമോ എന്നൊരു ഭയത്തോടെയാണ് ജോസഫ് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയത്. ആ മുറിയിൽ ആ ഉദ്യോഗസ്ഥൻ ജോസഫിന് വേണ്ടി തന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. ജോസഫിനെ കണ്ടതും എന്തോ എഴുതിക്കൊണ്ടിരുന്ന അദ്ദേഹം മുന്നിലെ കസേര ചൂണ്ടി അവിടെ ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം കുറച്ചുനേരം എഴുതാനുള്ളതെല്ലാം എഴുതി തീർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ശാന്തമായി ജോസഫിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അത് കണ്ടിട്ട്, എന്താ സർ, വല്ല പ്രശ്നമുണ്ടോ എന്ന് ജോസഫ് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, നീ ദിവസവും ആ റൂട്ടിലൂടെ പോകുന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ആ ഉദ്യോഗസ്ഥൻ ചോദിച്ചു. അതും പ്രത്യേകിച്ച് രാത്രി സമയത്ത് ആ റൂട്ടിലൂടെ പോകുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായി നിന്റെ കണ്ണിൽ പെട്ടിരുന്നു എന്നും അദ്ദേഹം ചോദിച്ചു. ഇങ്ങനെ അദ്ദേഹം ചോദിച്ചതും ആദ്യം ആ സ്റ്റേഷനിൽ കണ്ട കാര്യങ്ങൾ മുതൽ ഈയിടെയായി ജോസഫ് കണ്ട കാര്യങ്ങൾ വരെ എല്ലാം ഒന്നും വിടാതെ പറഞ്ഞിട്ട്, ഇതൊക്കെയാണ് സർ ഞാൻ കണ്ടത്, വേറൊന്നും എനിക്കറിയില്ലല്ലോ എന്ന് ജോസഫ് പറഞ്ഞു. എന്നിരുന്നാലും അദ്ദേഹം ജോസഫിനെ വിടാൻ ഭാവമില്ലായിരുന്നു. ആ റൂട്ടിലൂടെ വരുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി സമയത്ത് തിരികെ വരുമ്പോൾ എന്തെങ്കിലും കണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചെറിയ വിശദാംശങ്ങൾ പോലും ചുഴിഞ്ഞു ചുഴിഞ്ഞു ചോദിച്ചു. ജോസഫ് അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്നെങ്കിലല്ലേ പറയാൻ കഴിയൂ. അങ്ങനെയൊന്നും കണ്ടില്ല എന്ന് മാത്രം വീണ്ടും വീണ്ടും പറഞ്ഞു. എന്നാൽ അദ്ദേഹം അത് വിശ്വസിച്ച മട്ടയില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ ഒരു 10 മിനിറ്റിന് ശേഷം, ശരി നീ പോയിക്കോ എന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എന്നാൽ ജോസഫ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അദ്ദേഹത്തെ വിളിച്ച്, രാത്രി സമയത്ത് ആ റൂട്ടിലൂടെ വരുമ്പോൾ ശ്രദ്ധിച്ചു വരണം എന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ തീർച്ചയായും എന്തോ കാര്യമുണ്ടെന്നും എങ്ങനെയെങ്കിലും ഇതിനെക്കുറിച്ച് അറിഞ്ഞേ തീരൂ എന്നൊരു ആകാംക്ഷ ജോസഫിന്റെ ഉള്ളിലുമുണ്ടായി. എന്നാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ആ ഉദ്യോഗസ്ഥൻ ജോസഫിനോട് ചോദ്യങ്ങൾ ചോദിച്ചതല്ലാതെ ജോസഫിനെ ചോദ്യം ചോദിക്കാൻ അനുവദിച്ചതേയില്ല. പിന്നീട് ചില മാസങ്ങൾക്ക് ശേഷം ജോസഫിനോട് ആ പ്രത്യേക സ്റ്റേഷനിൽ ഇനി മുതൽ ട്രെയിൻ നിർത്തേണ്ടതില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ആ സ്റ്റേഷൻ താൽക്കാലികമായി അടച്ചുപൂട്ടി. അതിനുശേഷം അത് സ്ഥിരമായി തന്നെ അടച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പല മാസങ്ങൾക്ക് ശേഷമാണ് ആ പ്രത്യേക സ്റ്റേഷനിൽ എന്താണ് സംഭവിച്ചതെന്ന വിവരങ്ങൾ കുറേശ്ശെയായി പുറത്തറിയാൻ തുടങ്ങിയത്. അതിലൊന്നാമത്തെ കാര്യം, അവിടെ ജോസഫ് സംശയിച്ചതുപോലെ മരണങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. ഈ സംശയം അദ്ദേഹത്തിന് അപ്പോഴേ ഉണ്ടായിരുന്നു. കാരണം ആരെങ്കിലും മരിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ആ വാർത്ത വലിയ രീതിയിൽ പുറത്തറിയുമായിരുന്നു. എന്നിരുന്നാലും ജോസഫിന് ആ സംശയം വരാൻ കാരണം ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതുകൊണ്ടാണ്. അതിനുശേഷം മറ്റൊരു വിവരം അറിയാൻ കഴിഞ്ഞു. ആ പ്രത്യേക സ്റ്റേഷനിൽ പതിവിന് വിപരീതമായി പല അമാനുഷിക സംഭവങ്ങളും നടക്കാൻ തുടങ്ങിയെന്നും അതിനാൽ ആ സ്റ്റേഷനിലുണ്ടായിരുന്നവർ ഭയപ്പെടാൻ തുടങ്ങിയെന്നുമാണ് വിവരം ലഭിച്ചത്.
അതിനുശേഷം ആ സ്റ്റേഷൻ അടച്ചുപൂട്ടിയെന്നല്ലാതെ ആ സ്റ്റേഷനെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾക്കൊന്നും പരസ്പരം ഒരു ബന്ധവുമില്ലായിരുന്നു. അതിനുശേഷമാണ് കുറേശ്ശെയായി കൂടുതൽ വിവരങ്ങൾ അറിയാൻ തുടങ്ങിയത്. ആ വിവരങ്ങളെല്ലാം ചേർത്ത് വെച്ച് നോക്കിയപ്പോൾ ആ സ്റ്റേഷനിൽ എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ച് ജോസഫിന് വ്യക്തമായൊരു ചിത്രം ലഭിച്ചു. അദ്ദേഹത്തിന് ലഭിച്ച വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ സ്റ്റേഷൻ പണിയാൻ തുടങ്ങിയ സമയത്ത് തന്നെ പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. സ്റ്റേഷന്റെ പണി പൂർത്തിയായ ശേഷവും അതിനൊരു മാറ്റവും ഉണ്ടായില്ല. ട്രെയിനൊന്നും വരാത്ത സമയത്ത് ട്രെയിനിന്റെ ഹോൺ ശബ്ദം കേൾക്കുക, പകൽ സമയത്ത് തന്നെ ആ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളിൽ മനുഷ്യരാരുമില്ലെങ്കിലും ആളുകൾ നിൽക്കുന്നത് പോലെയുള്ള സംസാരിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുക, എന്താണെന്ന് സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിൽ നിന്നോ ടിക്കറ്റ് നൽകുന്ന സ്ഥലത്ത് നിന്നോ പുറത്തു വന്ന് നോക്കിയാൽ അവിടെ ആരും ഉണ്ടായില്ല. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ അവിടെ തുടർച്ചയായി നടക്കാൻ തുടങ്ങി. ഒരു ദിവസം പരമാവധി അവിടെ ട്രെയിൻ വരുന്നത് 4 തവണ മാത്രമാണ്. അതിനു പുറമെ വേറെ ട്രെയിനുകൾ വന്നാലും ആ സ്റ്റേഷനിൽ നിർത്താറില്ല. അവിടെ ട്രെയിൻ നിർത്തുന്ന സമയത്ത് മാത്രമാണ് യാത്രക്കാരെ അവിടെ കാണാൻ കഴിയൂ. അതും വലിയ കൂട്ടമായിട്ടൊന്നും കയറുകയും ഇറങ്ങുകയും ചെയ്യില്ല. ഒരു 10 പേർ കയറുകയോ ഇറങ്ങുകയോ ചെയ്താൽ തന്നെ വലിയ കാര്യമാണെന്ന് പറയാം. അങ്ങനെയിരിക്കെ അവിടെ ഇടയ്ക്കിടെ മനുഷ്യർ നിൽക്കുന്നത് പോലെയുള്ള, സംസാരിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത് വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ കാര്യങ്ങളായിരുന്നു. ഇതുകൊണ്ട് തന്നെ ആ സ്റ്റേഷനിലുണ്ടായിരുന്ന പലരും പകൽ സമയത്ത് തന്നെ ഒരുതരം ഭയത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. രാത്രി സമയത്ത് ആ റൂട്ടിലൂടെ പോകുന്ന അവസാന ട്രെയിൻ 8 മണിക്ക് കടന്നുപോകും. ആ ട്രെയിൻ കടന്നുപോയ ശേഷം ആ സ്റ്റേഷൻ പൂർണ്ണമായി അടച്ചിട്ട് അവിടെ ജോലി ചെയ്തിരുന്ന 3-4 പേർ തങ്ങളുടെ ക്വാർട്ടേഴ്സിലേക്ക് പോകും. പിറ്റേ ദിവസം രാവിലെ 6 മണിയോടെയാണ് അവർ വീണ്ടും ഡ്യൂട്ടിക്ക് വരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ, പുലർച്ചെ സമയത്ത് ആ സ്റ്റേഷനിൽ നിന്നും കുറച്ചു മാറി ട്രാക്കിനടുത്തായി ഒരാൾ വീണ് കിടക്കുന്നത് ആ വഴി പോയവർ കണ്ടു. ട്രെയിൻ ട്രാക്കിനടുത്ത് ആരോ മരിച്ചു കിടക്കുകയാണെന്ന് കരുതി അവർ ഉടനെ തന്നെ അടുത്തുള്ള സ്റ്റേഷനിൽ വന്ന് വിവരം അറിയിക്കുകയും ചെയ്തു. സ്റ്റേഷനിലുണ്ടായിരുന്നവരും ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അവിടെ പോയി അയാളെ പരിശോധിച്ചപ്പോഴാണ് അയാൾ മരിച്ചിട്ടില്ലെന്നും ബോധം കെട്ട് വീണതാണെന്നും അവർക്ക് മനസ്സിലായത്. ഇതറിഞ്ഞതും ഉടനെ അയാളെ ആ സ്റ്റേഷനിലേക്ക് എടുത്തുകൊണ്ടുവന്നു. അതുവരെ ആ മനുഷ്യന് ബോധം തെളിഞ്ഞിരുന്നില്ല. അതാണ് ആദ്യമായി നടന്നൊരു സംഭവം. ആ സമയത്താണ് കൃത്യമായി ജോസഫും അദ്ദേഹത്തിന്റെ ട്രെയിൻ ഓടിച്ചുകൊണ്ട് വന്നത്. അപ്പോഴാണ് അദ്ദേഹം ആ ജനക്കൂട്ടത്തെ കണ്ടത്. ജോസഫിന്റെ ട്രെയിൻ കടന്നുപോയി ഏതാനും മിനിറ്റുകൾക്ക് ശേഷമാണ് ആ വ്യക്തി കണ്ണു തുറന്നത്. കണ്ണു തുറന്ന അയാൾ ചുറ്റും നിന്നവരെ ഭയത്തോടെ ഒന്ന് നോക്കിയിട്ട്, അതെന്നെ പിന്തുടർന്നു വരുന്നു, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ഇത് കേട്ട് അവിടെയുണ്ടായിരുന്ന ആർക്കും ഒന്നും മനസ്സിലായില്ല. എന്നാൽ അയാൾ വീണ്ടും വീണ്ടും അതെന്നെ പിന്തുടർന്നു വരുന്നു, എന്നെ രക്ഷിക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു. അയാളെ ശാന്തനാക്കി എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല. അയാൾ ആദ്യം പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അയാളുടെ പെരുമാറ്റം കണ്ടപ്പോൾ അയാൾ തീർച്ചയായും എന്തോ കണ്ട് ഭയന്നിട്ടുണ്ടെന്ന് നന്നായി മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുള്ളിൽ നേരത്തെ വിളിച്ച ആംബുലൻസ് വരികയും അയാളുടെ സാധനങ്ങൾക്കൊപ്പം അയാൾ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് അയക്കുകയും ചെയ്തു. സ്റ്റേഷനിലുണ്ടായിരുന്നവർ ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷം അവിടെ ഉറക്കാനുള്ള മരുന്ന് നൽകിയാണ് അയാളെ ശാന്തനായി ഉറക്കിയത്. ആ മയക്കമെല്ലാം മാറി ഉണർന്നതിന് ശേഷമാണ് അയാൾ ശാന്തനായത്. അതിനുശേഷം അയാളോട് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ആദ്യം അതിനെക്കുറിച്ച് പറയാൻ അയാൾ മടിച്ചു. അവിടെ പോയവരെല്ലാം അയാൾക്ക് ധൈര്യം കൊടുത്ത് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് അയാൾ തനിക്ക് സംഭവിച്ച ഓരോ കാര്യങ്ങളും പറയാൻ തുടങ്ങിയത്. അയാൾ ആ നാട്ടിലുള്ള ഒരാളെ കാണാൻ വന്നതായിരുന്നു. എന്നാൽ അയാൾ വേറെ ഏതോ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. ആ കാലത്ത് ഇപ്പോഴുള്ളതുപോലുള്ള ഫോൺ സൗകര്യങ്ങളൊന്നും വലുതായി ഉണ്ടായിരുന്നില്ല. ലാൻഡ് ലൈൻ മാത്രമായിരുന്നു ആശ്രയം. അതും വല്ലവരുടെയും വീട്ടിൽ മാത്രമേ കാണൂ. അതുകൊണ്ട് എന്തു തന്നെയായാലും കത്തിലൂടെയാണ് അറിയിച്ചിരുന്നത്. അങ്ങനെയൊരു കാലഘട്ടത്തിലാണ് ഇത് നടന്നത്. അയാളെ എങ്ങനെയെങ്കിലും കാണാമെന്ന പ്രതീക്ഷയിൽ വന്നതായിരുന്നു. എന്നാൽ വന്ന സ്ഥലത്ത് ആ മനുഷ്യനുണ്ടായിരുന്നില്ല. കുടുംബസമേതം വേറെ എങ്ങോട്ടോ പോയിരിക്കുകയായിരുന്നു. തിരികെ വരാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കുമെന്നും അയാൾക്ക് മനസ്സിലായി. ആ നാട്ടിൽ വേറെ ആരെയും പരിചയമില്ലാത്തതുകൊണ്ട് തിരികെ പോകാനായി അയാൾ ആ സ്റ്റേഷനിലെത്തി. അയാൾ തിരികെ വരുമ്പോൾ സമയം 8 മണി കഴിഞ്ഞിരുന്നു. അയാൾ സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെയെല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു. വേറെ വഴിയില്ലാത്തതിനാൽ രാത്രി സ്റ്റേഷന്റെ പുറത്ത് എവിടെയെങ്കിലും കിടന്നിട്ട് രാവിലെ ആദ്യത്തെ ട്രെയിനിൽ തന്നെ ഇവിടെ നിന്ന് പോകാമെന്ന് കരുതി ആ സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു ബെഞ്ചിൽ കിടന്നുറങ്ങിയ അയാൾ അപ്പോൾ അർദ്ധരാത്രിയിൽ പെട്ടെന്ന് ഒരു ട്രെയിനിന്റെ ഹോൺ ശബ്ദം അയാൾ കേട്ടു. ഇത് കേട്ടതും ഉറക്കത്തിലായിരുന്ന അയാൾ പെട്ടെന്ന് ഞെട്ടിയെഴുന്നേറ്റു. ടിക്കറ്റ് എടുത്തില്ലെങ്കിലും എങ്ങനെയെങ്കിലും നാട്ടിലെത്താലോ എന്ന് കരുതി പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നു. അപ്പോഴാണ് അയാൾ ഇരുവശത്തേക്കും തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയത്. എന്നാൽ ട്രെയിൻ വരുന്നതിന്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടതും അയാളിൽ ആശയക്കുഴപ്പവും ഭയവും ഉണ്ടായി. അപ്പോഴാണ് അയാൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നത്.
ആ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്നത് പോലെയുള്ളതും ജനക്കൂട്ടം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് പോലെയുള്ളതുമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ഒരുപാട് പേർ തന്നെ ശ്രദ്ധിക്കുന്നതായും അയാൾക്ക് തോന്നാൻ തുടങ്ങി. എന്നാൽ ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല. ആശയക്കുഴപ്പത്തോടെ തന്റെ ബാഗും എടുത്ത് അയാൾ തിരിഞ്ഞു. താൻ നിൽക്കുന്ന സ്ഥലം കണ്ട് അയാൾക്ക് വിശ്വസിക്കാനായില്ല. കാരണം അയാൾ നിന്നിരുന്നത് ട്രെയിൻ ട്രാക്കിന്റെ നടുവിലായിരുന്നു. അയാൾ നിന്ന സ്ഥലത്ത് നിന്ന് സ്റ്റേഷൻ വളരെ ദൂരെയായിരുന്നു. ഞാൻ പ്ലാറ്റ്ഫോമിലായിരുന്നല്ലോ നിന്നിരുന്നത്, എങ്ങനെ പെട്ടെന്ന് ഇവിടെ എത്തി എന്ന് അയാൾക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ വീണ്ടും ഒരു ട്രെയിനിന്റെ ഹോൺ ശബ്ദം അയാൾ കേട്ടു. ഇത്തവണ തിരിഞ്ഞു നോക്കിയ അയാളുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. കാരണം ഒരു ട്രെയിൻ വേഗത്തിൽ അയാളുടെ നേരെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ എന്ന് കരുതി ആ ട്രാക്കിൽ നിന്നും പുറത്തു കടക്കാൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ അയാൾ എത്ര തവണ പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും ആ ട്രാക്കിനുള്ളിൽ തന്നെ വന്ന് നിൽക്കുകയായിരുന്നു. അതെങ്ങനെയെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ട്രെയിനാണെങ്കിൽ അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. അയാളും ഭയം കൊണ്ട് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ട്രെയിൻ അടുത്ത് വന്നതും പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇതുണ്ടായ ഞെട്ടലിൽ ബോധം കെട്ട് അയാൾ ആ ട്രാക്കിനരികിൽ തന്നെ വീണു. അതിനുശേഷം അയാൾക്ക് യാതൊന്നും ഓർമ്മയില്ലായിരുന്നു. പിറ്റേ ദിവസം നാട്ടുകാർ അയാളെ കണ്ടിട്ടാണ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും അവിടുന്ന് ആശുപത്രിയിലേക്ക് അയക്കുകയും ചെയ്തത്. എന്നാൽ അയാൾ പറഞ്ഞ ആ കാര്യം അവിടെ ആരും വിശ്വസിച്ചതേയില്ല. എന്തിന്, അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ ആ സ്റ്റേഷനിലുണ്ടായിരുന്നവർക്ക് പോലും അത് വിശ്വസിക്കാനായില്ല. അയാൾ എന്തെങ്കിലും മദ്യപിച്ചിട്ടാകാം വന്നത്, അല്ലെങ്കിൽ വല്ല മയക്കുമരുന്നിന്റെ ലഹരിയിലാകാം ഇങ്ങനെ ചെയ്തത് എന്നവർ കരുതി. അയാൾ എത്രയോ തവണ പറഞ്ഞു നോക്കി. എന്നാൽ അതൊന്നും വിശ്വസിക്കാൻ ആരും തയ്യാറല്ലായിരുന്നു. ആദ്യം ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ ജോസഫിനും അത് വിശ്വസനീയമായി തോന്നിയിരുന്നില്ല. എന്നാൽ അത് അവിടെ അവസാനിച്ചില്ല. രണ്ടാമതും ഇതുപോലൊരു സംഭവം നടന്നു. ഇത്തവണ ആ നാട്ടുകാരനായ ഒരാൾക്ക് തന്നെയാണ് ഇത് സംഭവിച്ചത്. ആദ്യ തവണ നടന്നപ്പോൾ അതിനെക്കുറിച്ച് പൊതുജനങ്ങളോട് ആരോടും പറഞ്ഞിരുന്നില്ല. എന്നാൽ രണ്ടാമത്തെ തവണ ആ നാട്ടുകാരൻ തന്നെ പുറത്തു പോയി വൈകി വന്നപ്പോൾ അയാൾക്കും ആ സംഭവം ഉണ്ടായ ശേഷമാണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പകൽ സമയത്ത് തന്നെ ആളുകൾ പോകുന്നത് കുറയ്ക്കാൻ തുടങ്ങി. നേരത്തെ തന്നെ ആ സ്റ്റേഷനിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കാരണം അവസാന ട്രെയിൻ പോയതിനു ശേഷം അവിടെ ആരും ഉണ്ടാകുമായിരുന്നില്ല. ഇതേക്കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്കും നന്നായി അറിയായിരുന്നു. അത് വളരെ ചെറിയൊരു സ്റ്റേഷൻ ആയിരുന്നതിനാൽ അവരും അതിനെ കാര്യമായി എടുത്തില്ല. എന്നാൽ ആ സംഭവം അവിടെ നിന്നില്ല. കുറച്ചു മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരാൾ ഇതേ പ്രശ്നത്തിനിരയായി. ഇങ്ങനെ തുടർക്കഥയായപ്പോൾ ആ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്നവർ പോലും അവിടെ നിൽക്കാൻ ഭയന്നു. നേരത്തെ രാത്രി മാത്രം അടച്ചിട്ടിരുന്ന ആ സ്റ്റേഷൻ സ്ഥിരമായി അടച്ചുപൂട്ടാനും അവിടെ നിന്ന് തങ്ങളെ മാറ്റാനും അവർ ആവശ്യപ്പെടാൻ തുടങ്ങി. 1 മാസത്തിലധികമായി യാത്രക്കാർ വരുന്നതും തീർത്തും നിന്നിരുന്നു. അതിനാൽ അവിടെയുള്ള ജീവനക്കാരെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റാമെന്ന് തീരുമാനിക്കുകയും ഒരു ദിവസം ആ സ്റ്റേഷൻ പൂർണ്ണമായും അടച്ചുപൂട്ടാൻ പോകുന്നത് വാർത്തയായി വരികയും ചെയ്തു. അന്നാണ് ആ സ്റ്റേഷനിൽ ഇനി മുതൽ നിർത്തേണ്ടതില്ലെന്ന് ജോസഫിനോട് പറഞ്ഞത്. അതിനുശേഷം ഏതാണ്ട് 3 വർഷത്തോളം ജോസഫ് അതേ റൂട്ടിലൂടെയാണ് പോയി വന്നത്. ആ 3 വർഷത്തിനിടയിലും ആ സ്റ്റേഷൻ വീണ്ടും തുറക്കാൻ റെയിൽവേ യാതൊരു ശ്രമവും നടത്തിയില്ല. അതിനുശേഷം എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു എന്ന് പറഞ്ഞ് ജോസഫ് തന്റെ കഥ അവസാനിപ്പിച്ചു. ഇത് കേട്ട് കഴിഞ്ഞ ശേഷം കുറച്ചു കഴിഞ്ഞ്, നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ സീനിയർ എന്ന് സെബാസ്റ്റ്യൻ ചോദിച്ചു. അതിന് ജോസഫ് മറുപടി പറഞ്ഞത്, ഇവിടെ നോക്ക് സെബാസ്റ്റ്യൻ, ഞാൻ കണ്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്റെ പ്രായമാകുമ്പോൾ നിനക്കും എനിക്കും അത് മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് ജോസഫ് അവസാനിപ്പിച്ചു. അത് സെബാസ്റ്റ്യന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഇരുവരും മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഷിഫ്റ്റ് അവസാനിച്ചു. കഥയ്ക്ക് ശേഷം അവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് അന്നവർ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത 2-3 ആഴ്ചകൾക്കുള്ളിൽ തനിക്കറിയാവുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും ജോസഫ് സെബാസ്റ്റ്യന് പറഞ്ഞുകൊടുത്തു. റെയിൽവേയുടെ നിയമപ്രകാരം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനുള്ള ട്രെയിനിങ് കൃത്യം 5 മാസമാണ്. 5 മാസത്തിന് ശേഷം അദ്ദേഹത്തെ വേറെ ഏതെങ്കിലും റൂട്ടിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായി നിയമിക്കും. ആ സമയം കുറേശ്ശെയായി അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഒരാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ എന്ന അവസ്ഥയിൽ ജോസഫും സെബാസ്റ്റ്യനും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം യഥാർത്ഥ ജീവിതത്തിൽ നേരിൽ കണ്ടു. ട്രെയിനിങ് തീരാൻ ഇനി ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുന്ന സമയം. അന്ന് ഷിഫ്റ്റിനായി സെബാസ്റ്റ്യൻ എത്തി. അവൻ വന്ന് 1/4 മണിക്കൂർ കഴിഞ്ഞാണ് ജോസഫ് വന്നത്. ട്രെയിൻ എടുക്കാൻ ഇനിയും അരമണിക്കൂറിലധികം സമയമുണ്ടായിരുന്നതിനാൽ അതുവരെ രണ്ടുപേരും വെറുതെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് സാധാരണ പോലെ അവർ തങ്ങളുടെ ട്രെയിനിന്റെ അടുത്തേക്ക് നടന്നുപോയി. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട പരിശോധനകളെല്ലാം പൂർത്തിയാക്കി പുറപ്പെടാനുള്ള സിഗ്നലിനായി കാത്തിരിക്കുകയായിരുന്നു രണ്ടുപേരും. അങ്ങനെ 5 മിനിറ്റായി, 10 മിനിറ്റായി, 1/4 മണിക്കൂറായി, ഏകദേശം അരമണിക്കൂറോളമായി. പക്ഷെ അവർക്ക് പുറപ്പെടാനുള്ള സിഗ്നൽ മാത്രം ലഭിച്ചില്ല. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല.
കൂടിയാൽ ഒരു 10 മിനിറ്റ് കാത്തിരിക്കും. എന്നാൽ അതും ഈയിടെയായി കുറഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെ എന്താണ് സംഭവിച്ചതെന്നറിയാതെ രണ്ടുപേരും ചിന്തിക്കാൻ തുടങ്ങി. റെയിൽവേ പോലൊരു വലിയ സംവിധാനത്തിൽ സമയം ക്രമം എന്നത് വളരെ പ്രധാനമാണ്. ഇവിടെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ട്രെയിൻ വൈകിയാൽ അടുത്തടുത്ത ട്രെയിനുകൾ പുറപ്പെടാനും തീർച്ചയായും വൈകും. ഇതെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ചെയിൻ ലിങ്ക് പോലെയാണ്. ആ സമയത്ത് റെയിൽവേ കുറേശ്ശെയായി ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ വൈകുന്നത് കുറയാൻ തുടങ്ങിയിരുന്നു. അതും ഗുഡ്സ് ട്രെയിനുകൾക്കൊന്നും അങ്ങനെ വലിയ കാലതാമസം ഉണ്ടാകാറില്ല. എന്നാൽ അരമണിക്കൂറിലധികമായിട്ടും പുറപ്പെടാനുള്ള സിഗ്നൽ ലഭിക്കാതായപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് മാത്രം ജോസഫിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തന്റെ കൈവശമുണ്ടായിരുന്ന വാക്കി ടോക്കി വഴി ട്രെയിനിന്റെ മറ്റേ അറ്റത്തുണ്ടായിരുന്ന ഗാർഡിനോട് എന്തുകൊണ്ടാണ് സിഗ്നൽ ഇനിയും ഓപ്പൺ ആകാത്തതെന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹമായിരുന്നു സ്റ്റേഷന്റെ അടുത്തായി ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് കാരണമെന്താണെന്ന് അറിയില്ലായിരുന്നു. അതിനാൽ സെബാസ്റ്റ്യനോട് എഞ്ചിൻ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് എഞ്ചിനിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി സ്റ്റേഷനിലേക്ക് നടക്കാൻ തുടങ്ങി ജോസഫ്. സ്റ്റേഷനിലേക്ക് അവിടെ നിന്ന് കുറച്ചു ദൂരം നടക്കണമായിരുന്നു. എങ്കിലും അദ്ദേഹം ഇറങ്ങി നടക്കാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹം നടക്കാൻ തുടങ്ങിയതും എഞ്ചിനിൽ നിന്ന് സെബാസ്റ്റ്യൻ ജോസഫിനെ സർ എന്ന് വിളിച്ചു. തിരിഞ്ഞു നോക്കി അദ്ദേഹത്തോട് സിഗ്നൽ വീണു സർ, വരൂ പോകാം എന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞു. ഇങ്ങനെ സംഭവിച്ചതും അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു ഉൾവിളി, ഒരു മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങി. ഇതുപോലെ അദ്ദേഹത്തിന് ഒരു മുന്നറിയിപ്പ് തോന്നുമ്പോഴെല്ലാം എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും. അതുപോലൊരു മുന്നറിയിപ്പാണ് അന്നും ഉണ്ടായത്. അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാത്ത ഒരു ചിന്തയോടെ തന്നെ എഞ്ചിനടുത്തേക്ക് തിരികെ നടന്നു ജോസഫ്. അടുത്ത നിമിഷം എഞ്ചിനിൽ കയറിയ അദ്ദേഹം വാക്കി ടോക്കി വഴി പിന്നിലുണ്ടായിരുന്ന ഗാർഡിനെ വിവരം അറിയിച്ചിട്ട് സെബാസ്റ്റ്യനോട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാൻ പറഞ്ഞു. ഈ സമയത്തൊക്കെ സെബാസ്റ്റ്യൻ തനിയെ ട്രെയിൻ വളരെ നന്നായി കൈകാര്യം ചെയ്തിരുന്നു. ട്രെയിൻ പുറപ്പെട്ട് ഒരു സാധാരണ വേഗത കൈവരിച്ചപ്പോഴാണ് സെബാസ്റ്റ്യൻ ജോസഫിന്റെ നേരെ തിരിഞ്ഞത്. അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ ശരിയല്ലെന്ന് സെബാസ്റ്റ്യന് മനസ്സിലായി. ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരുന്നവൻ കുറച്ചു കഴിഞ്ഞപ്പോൾ ആകാംക്ഷ സഹിക്കാനാവാതെ സർ സർ എന്ന് സെബാസ്റ്റ്യൻ 2-3 തവണ വിളിച്ചതിന് ശേഷമാണ് ജോസഫ് അവനെ തിരിഞ്ഞു നോക്കിയത്. എന്താ സെബാസ്റ്റ്യൻ എന്ന് ചോദിച്ചത്. അതിന് സെബാസ്റ്റ്യൻ എന്താ സർ, എന്തോ ചിന്തയിലാണല്ലോ, വല്ല പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ലടോ, നീ ശ്രദ്ധിച്ചോടിച്ചോ എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു. എന്നാൽ വീണ്ടും അദ്ദേഹത്തിന്റെ ചിന്തകളെല്ലാം എന്തെങ്കിലും സംഭവിച്ചേക്കുമോ എന്നതിനെക്കുറിച്ചായിരുന്നു. അടുത്ത 3/4 മണിക്കൂർ രണ്ടുപേരും ഒന്നിനെക്കുറിച്ചും സംസാരിച്ചില്ല. ട്രെയിൻ അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. കൃത്യം അരമണിക്കൂറിന് ശേഷം വാക്കി ടോക്കി എടുത്ത് ജോസഫ് ട്രെയിനിന്റെ മറ്റേ അറ്റത്തുള്ള ഗാർഡിനോട് സംസാരിക്കാൻ തുടങ്ങി. എന്താ റോമൻ, എല്ലാം കൃത്യമായിട്ടല്ലേ പോകുന്നേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ജോസഫ് ചോദിച്ചു. അതിന് അദ്ദേഹം മറുപടിയായി അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല സർ, എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു. ഇത് സാധാരണയായി എല്ലാ ഷിഫ്റ്റിലും നടക്കുന്ന കാര്യമായതുകൊണ്ട് ആദ്യ തവണ സെബാസ്റ്റ്യൻ അത് വലിയ കാര്യമാക്കിയില്ല. കൃത്യം അടുത്ത അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും തന്നെ വാക്കി ടോക്കിയിൽ ട്രെയിനിന്റെ മറ്റേറ്റത്തുണ്ടായിരുന്ന റോമനോട് എല്ലാം ഓക്കെ അല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് അദ്ദേഹം വീണ്ടും ചോദിച്ചു. വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞ് വാക്കി ടോക്കി വഴി റോമനെ ജോസഫ് കോണ്ടാക്ട് ചെയ്തു. ഇത് സെബാസ്റ്റ്യന് പുതിയൊരു കാര്യമായി തോന്നി. കാരണം ജോസഫിനൊപ്പം ട്രെയിനിലായിരുന്ന ആ 5 മാസത്തിൽ വീണ്ടും വീണ്ടും അദ്ദേഹം ഇതുപോലെ ചോദിക്കുന്നത് അവൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ, അല്ലാതെ ഇങ്ങനെ എപ്പോഴും പരിശോധിച്ചുകൊണ്ടേയിരിക്കാറില്ല. അതുകൊണ്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് സെബാസ്റ്റ്യന് നന്നായി മനസ്സിലായി. എന്നാൽ ജോസഫ് അതൊന്നും പുറത്തു കാണിച്ചതേയില്ല. അപ്പോൾ രണ്ടുപേരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു. ഇത് നടക്കുമ്പോൾ ട്രെയിൻ ഏതാണ്ട് കാടുള്ള പ്രദേശം കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴും ട്രെയിനിന് ചുറ്റും വേറെ വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിനിൽ നിന്നുള്ള വെളിച്ചം മാത്രമായിരുന്നു പ്രധാനമായും അവിടെ ഉണ്ടായിരുന്നത്. പൊതുവെ ഈ സമയത്ത് ആളുകൾ ആരും ആ സ്ഥലത്തേക്ക് വരാൻ യാതൊരു സാധ്യതയുമില്ലാത്തതിനാൽ ട്രെയിൻ കുറച്ച് വേഗത്തിലാണ് ആ പ്രദേശം കടന്നുപോകാൻ തുടങ്ങിയത്. അപ്പോൾ സെബാസ്റ്റ്യൻ എന്തോ ചിന്തയോടെ തിരിഞ്ഞ് ജോസഫിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ജോസഫിന് സെബാസ്റ്റ്യൻ അങ്ങനെ നോക്കുന്നത് നന്നായി മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ ഒന്നും മിണ്ടാതെ ട്രാക്കിലേക്ക് മാത്രം നോക്കിയിരിക്കുകയായിരുന്നു ജോസഫ്. അപ്പോൾ ജോസഫ് തിടക്കത്തിൽ ഹേ സെബാസ്റ്റ്യൻ, അവിടെ നോക്ക് എന്ന് പറഞ്ഞ് ട്രാക്കിലേക്ക് ചൂണ്ടിക്കാണിച്ചു. പെട്ടെന്ന് സെബാസ്റ്റ്യൻ തിരിഞ്ഞ് ട്രാക്കിലേക്ക് നോക്കി. അപ്പോൾ ട്രാക്കിന് നടുവിലായി ഒരു മനുഷ്യരൂപം അവർ കണ്ടു. അതും വെറും 20 അടി ദൂരത്തിൽ. അത് കണ്ടതും അവരുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. ഉടനെ ട്രെയിൻ നിർത്താമെന്ന് വെച്ചാൽ ട്രെയിൻ അങ്ങനെയൊന്നും പെട്ടെന്ന് നിർത്താൻ കഴിയില്ല. സെബാസ്റ്റ്യൻ ജോസഫും എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും ആ രൂപത്തെ ഇടിച്ചിട്ട് ട്രെയിൻ നിർത്താതെ പോയി. ആ സമയത്ത് ജോസഫോ സെബാസ്റ്റ്യനോ അല്ലാതെ വേറെ ആരായിരുന്നാലും ശരി ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇവർ നോക്കി നിൽക്കെ തന്നെ ട്രെയിൻ ആ രൂപത്തിന്മേൽ ഇടിച്ചു. ഇടിച്ചതിൻ്റെ അടയാളമായി പൊടുന്നനെ ഒരു ചെറിയ ശബ്ദത്തോടെ ട്രെയിൻ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു.
ഇത് രണ്ടുപേരും നേരിട്ട് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. അത് നടന്ന് കുറച്ച് മീറ്ററുകൾ കഴിഞ്ഞപ്പോൾ ട്രെയിൻ നിർത്തട്ടെ സർ എന്ന് ചോദിച്ചു സെബാസ്റ്റ്യൻ. അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ട്രെയിനിന്റെ സ്പീഡ് അവൻ കുറയ്ക്കാനും തുടങ്ങിയിരുന്നു. എന്നാൽ ജോസഫിന് എന്തോ ആ മുന്നറിയിപ്പ് നൽകുന്ന തോന്നൽ ഇപ്പോഴും കുറഞ്ഞതുപോലെ തോന്നിയില്ല. ട്രെയിൻ സ്ലോ ചെയ്യുന്നത് ശ്രദ്ധിച്ച ജോസഫ്, സ്ലോ ചെയ്യല് സെബാസ്റ്റ്യൻ, എന്തായാലും അടുത്ത സ്റ്റേഷനിൽ പോയി നിർത്തി നോക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് സെബാസ്റ്റ്യൻ ട്രെയിൻ വീണ്ടും വേഗത്തിൽ മുന്നോട്ടെടുത്തു. അപ്പോൾ ട്രെയിനിന് പിന്നിലുണ്ടായിരുന്ന ഗാർഡ് വാക്കി ടോക്കി വഴി ജോസഫിനോട് സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ എന്തോ ഒരു പരിഭ്രാന്തി വ്യക്തമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കേട്ട് രണ്ടുപേരും ശരിക്കും ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞത്, സർ, ട്രാക്കിന് നടുവിൽ ആരും നിൽക്കുന്നത് പോലെ തോന്നുന്നു. ഇതിനകം തന്നെ ഞെട്ടിത്തെറിച്ചിരുന്ന ജോസഫ് സെബാസ്റ്റ്യനും ഇത് കേട്ട് കൂടുതൽ ഞെട്ടി. അതിന് മറുപടിയായി റോമനോട്, എന്താ റോമൻ പറയുന്നത്? ട്രാക്കിന് നടുവിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് ജോസഫ് ചോദിച്ചു. ഞെട്ടലോടെ അത് കേട്ടിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ, ശരി, അതാരാണെന്ന് നോക്കിയോ എന്ന് അദ്ദേഹം ചോദിച്ചു. കയ്യിലുണ്ടായിരുന്ന ടോർച്ചടിച്ച് നോക്കിയിട്ട് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം കൂടി റോമൻ പറഞ്ഞു. സർ, ഇപ്പോൾ ആരെയും കാണാനില്ല സർ. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം ഭയം കൊണ്ട് വിറയ്ക്കുന്നതായി നന്നായി മനസ്സിലാക്കാമായിരുന്നു. ഇത് കേൾക്കാൻ കഴിഞ്ഞുവെന്നല്ലാതെ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തോട് ധൈര്യമായിരിക്കാൻ പറഞ്ഞിട്ട് അടുത്ത സ്റ്റേഷനിൽ പോയി എന്തായാലും നോക്കാമെന്ന് ജോസഫ് പറഞ്ഞു. അടുത്ത 40 മിനിറ്റിനുള്ളിൽ ആ ഗുഡ്സ് ട്രെയിൻ ഒരു ചെറിയ ജംഗ്ഷനരികിലെത്തി. ചില കിലോമീറ്ററുകൾ ഉള്ളപ്പോൾ തന്നെ അവിടെ നിർത്താൻ ജോസഫ് പറഞ്ഞിരുന്നു. അതിനുശേഷം ആ വഴി വേറെ ട്രെയിനൊന്നും ഇല്ലാത്തതിനാൽ യാതൊരു പ്രശ്നവുമില്ലെന്ന കാര്യം അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. സ്റ്റേഷനുള്ളിലേക്ക് വന്ന ആ ട്രെയിൻ പതുക്കെ സ്റ്റേഷനും താണ്ടിപ്പോയി നിൽക്കാൻ തുടങ്ങി. സാധാരണയായി ആ ട്രെയിൻ ആ വഴിയിൽ തന്നെയാണ് പോകാറെങ്കിലും ആ പ്രത്യേക സ്റ്റേഷനിൽ നിർത്തിപ്പോകാൻ വേറെ കാരണമൊന്നുമില്ല. അതിനാൽ അവിടെ ട്രെയിൻ നിർത്തിയതും ആ സ്റ്റേഷൻ മാസ്റ്ററും സ്റ്റേഷനിലുണ്ടായിരുന്ന ചില ജോലിക്കാരും എന്തോ എമർജൻസി ആണെന്ന് മനസ്സിലാക്കി എഞ്ചിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അതിനകം എഞ്ചിനിൽ നിന്നിറങ്ങിയിരുന്ന ജോസഫും സെബാസ്റ്റ്യനും എഞ്ചിന് മുൻപിൽ പോയി നോക്കി. എന്നാൽ ഒരാൾ അവിടെ ഇടിച്ചതിന്റെ യാതൊരു ലക്ഷണവും അവർക്കവിടെ കാണാൻ കഴിഞ്ഞില്ല. ഇത് അവരിൽ കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കി. അതേസമയം ആ ട്രെയിനിന് പിന്നിലുണ്ടായിരുന്ന ട്രെയിൻ ഗാർഡും ഇറങ്ങി ഇവരുടെ അടുത്തേക്ക് വന്നു. എന്താ സർ, ഇന്ന് എന്തൊക്കെയോ ആണല്ലോ നടക്കുന്നേ എന്ന് ചോദിച്ചു. നിങ്ങൾ വീണ്ടും വീണ്ടും എല്ലാം ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ കരുതി എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, റോമൻ, നിങ്ങൾ എന്താണ് കണ്ടതെന്ന് വ്യക്തമായി പറ എന്ന് ജോസഫ് ചോദിച്ചു. സർ, ഞാൻ എൻ്റെ സീറ്റിലിരിക്കുകയായിരുന്നു. അപ്പോ എന്തൊരു തോന്നലിൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ട്രെയിൻ വന്ന ട്രാക്കിന് നടുവിലായി ഒരാൾ നിൽപ്പുണ്ടായിരുന്നു സർ. അത് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെയായി. അതാണ് ഉടനെ നിങ്ങളെ വാക്കി ടോക്കിൽ വിളിച്ചത്. അതും ആ സമയത്ത് ട്രെയിൻ കുറച്ച് സ്ലോ ആവുകയും ചെയ്തു. അപ്പോഴാണ് നിങ്ങൾ ടോർച്ച് അടിച്ച് നോക്കാൻ പറഞ്ഞത്. ഞാനും ടോർച്ച് ഓണാക്കി ചുറ്റുമൊക്കെ അടിച്ചു നോക്കി. എന്നാൽ ആ രൂപം മാന്ത്രികമായി അപ്രത്യക്ഷമായതുപോലെ എവിടെ പോയെന്ന് തന്നെ അറിഞ്ഞില്ല സർ എന്ന് ഗാർഡ് പറഞ്ഞു. പിന്നീട് മുന്നിൽ നടന്ന കാര്യങ്ങളും ജോസഫ് സെബാസ്റ്റ്യനും അവരോട് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നവർ ഇതൊക്കെ കേട്ടിട്ട് ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ സ്റ്റേഷനിലുണ്ടായിരുന്ന ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. ഇവർ സംസാരിക്കുന്നത് കേട്ടു നിന്നിരുന്ന ഒരു സ്റ്റാഫ് റൂമിലേക്ക് ഓടാൻ തുടങ്ങി. 2 മിനിറ്റിന് ശേഷം ആ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററായി തിടുക്കത്തിൽ വിളിച്ചു ആ സ്റ്റാഫ്. എന്താണെന്നറിയില്ലല്ലോ എന്ന് കരുതി അദ്ദേഹവും വേഗത്തിൽ ചെന്നു. 2 മിനിറ്റിനുള്ളിൽ അദ്ദേഹവും വളരെ തിടുക്കത്തിൽ സംസാരിച്ചിട്ട് ഫോൺ വെച്ചു. ഫോൺ വെച്ചതും പോയ വേഗത്തിൽ തന്നെ സ്റ്റേഷൻ മാസ്റ്ററും ആ സ്റ്റാഫും തിരികെ വന്നു. വന്നവർ പറഞ്ഞത്, ഇവിടെ നിന്ന് 30 കിലോമീറ്റർ അകലെ ഒരു വലിയ അപകടം നടന്നിട്ടുണ്ടെന്നാണ്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പോയ ഒരു ട്രെയിൻ അപ്രതീക്ഷിതമായി പാളം തെറ്റിയത്രേ. ഇതുവരെ എത്ര പേർ മരിച്ചുവെന്നറിയില്ല. സഹായം ചോദിച്ചാണ് ഇപ്പോൾ വിളിച്ചത്. ആ ട്രാക്ക് ക്ലിയർ ആകുന്നതുവരെ ഈ റൂട്ടിലുള്ള ട്രെയിനുകളെല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു. എന്നിട്ട് ഷിഫ്റ്റ് കഴിഞ്ഞ് പോയവരെയെല്ലാം സഹായിക്കാൻ വിളിച്ചു വരുത്താനായി ഫോൺ ചെയ്യാൻ പോയി സ്റ്റേഷൻ മാസ്റ്റർ. അതുവരെ ബഹളമായിരുന്ന ആ സ്ഥലത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ ജോസഫ് സെബാസ്റ്റ്യനും ട്രെയിൻ ഗാർഡ് റോമൻ എന്നിവർ 3 പേരും മാത്രം തനിച്ചു നിൽപ്പായിരുന്നു. ഒരു വേള അവരുടെ യാത്രയിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ ആ ട്രെയിൻ സ്റ്റേഷൻ നിർത്താതെ പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ട്രെയിനും അതിന്മേൽ പോയി ഇടിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അതിന്റെ ദുരന്തം ഇനിയും വലുതായിരുന്നേനെ. അത് ഓർക്കുമ്പോൾ തന്നെ 3 പേർക്കും ശരീരം കോരിത്തെരിച്ചു പോയി. ഇത് സെബാസ്റ്റ്യനും റോമനും മാത്രമുള്ള കാര്യമല്ല, ജോസഫിനും അതൊരു പുതിയ അനുഭവമായിരുന്നു. നടന്നതൊക്കെ നല്ലതാണോ ചീത്തയാണോ എന്നറിയില്ല. എന്നാൽ എന്തായാലും എല്ലാവരും രക്ഷപ്പെട്ടു. അതിനുശേഷം ഒരാഴ്ച എങ്ങനെ പോയെന്ന് തന്നെ അറിയില്ല. ആ സമയത്ത് സെബാസ്റ്റ്യന് ട്രെയിനിങ്ങും കഴിഞ്ഞു. സെബാസ്റ്റ്യന് വേറൊരു സ്ഥലത്തായിരുന്നു പോസ്റ്റിംഗ് ലഭിച്ചത്. അവൻ പോയതിനു ശേഷം ജോസഫിന് തന്റെ അടുത്ത ട്രെയിനിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകി അദ്ദേഹത്തിന്റെ സീനിയർ. പുതിയ പോസ്റ്റിങ്ങിനുള്ള ഓർഡറും വാങ്ങി സെബാസ്റ്റ്യൻ അവിടെ നിന്ന് യാത്രയായി. വർഷങ്ങൾ പലത് കടന്നുപോയി. ജോസഫ് സർവീസിൽ നിന്ന് വിരമിച്ച് തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷകരമായ വിശ്രമ ജീവിതം നയിക്കുകയാണ്.
ഇന്ന് സെബാസ്റ്റ്യൻ റെയിൽവേയിലെ ഏറ്റവും മികച്ച സീനിയർ ലോക്കോ പൈലറ്റുമാരിൽ ഒരാളാണ്. ഒരു ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് കയറാൻ വന്ന സെബാസ്റ്റ്യന്റെ അടുത്തേക്ക് ഭയവും ആകാംക്ഷയുമുള്ള മുഖത്തോടെ ഒരു യുവാവ് കടന്നു വന്നു. സർ, ഞാൻ പുതിയ ട്രെയിനിയാണ്, അവൻ പറഞ്ഞു. അവനെ കണ്ടപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ജോസഫിന്റെ മുന്നിൽ ചെന്ന് നിന്ന തന്നെ തന്നെയാണ് സെബാസ്റ്റ്യൻ ഓർമ്മ വന്നത്. സെബാസ്റ്റ്യൻ സ്നേഹത്തോടെ അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ ജോലിയിലായാലും ശരി, ജീവിതത്തിലായാലും ശരി, എന്തു വേണമെങ്കിലും സംഭവിക്കാം. എല്ലാത്തിനും തയ്യാറായിരിക്കണം. ധൈര്യമായി വാ, നമുക്ക് പോകാം. അന്ന് ജോസഫ് തനിക്ക് പകർന്നു നൽകിയ ധൈര്യവും പാഠങ്ങളും സെബാസ്റ്റ്യനിലൂടെ അടുത്ത തലമുറയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുകയായിരുന്നു. ഒരു നല്ല ഗുരുവിന്റെ ഏറ്റവും വലിയ വിജയവും അതായിരുന്നു. ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു കഥ കൂടി കേട്ടാലോ? ചെറിയ തുരുത്തുകളുടെ ഒരു കൂട്ടമായിരുന്നു ചടയൻ തുരുത്ത്. മനസ്സ് നിറയ്ക്കുന്ന പച്ചപ്പും ഗ്രാമക്കാഴ്ചകളുമുള്ള വശ്യമനോഹരമാണ് ഈ തുരുത്ത്. കായലും തോടും ചെറുവള്ളങ്ങളും ബോട്ടുകളെല്ലാം ഈ തുരുത്തിന്റെ ആകർഷണങ്ങളാണ്. പണ്ട് ഈ തുരുത്തിൽ നീലച്ചടയൻ അനധികൃതമായി കൃഷി ചെയ്തിരുന്നു അത്രേ. അങ്ങനെയാണ് ഈ തുരുത്തിന് ചടയൻ തുരുത്ത് എന്ന പേര് വന്നത്. ഈ തുരുത്തിലാകെ 10-12 വീടുകളേ ഉള്ളുവെങ്കിലും ഏവനും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞു പോന്നിരുന്നു. മീൻപിടുത്തവും അനുബന്ധ തൊഴിലുകളുമായിരുന്നു ഇവിടെയുള്ളവരുടെ ഉപജീവന മാർഗം. അതിന്റെ മധ്യഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്തിരുന്ന വലിയൊരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. ഈ പള്ളി കാണാനും പ്രാർത്ഥിക്കാനും പുറമേ നിന്നും ആളുകൾ ഇങ്ങോട്ടെത്താറുണ്ട്. പള്ളിയുടെ അരികിലായി വലിയൊരു സിമിത്തേരിയുണ്ട്. പണ്ടുകാലത്ത് യുദ്ധം നടന്നപ്പോൾ അതിൽ കൊല്ലപ്പെട്ട ആളുകളെ അടക്കം ചെയ്ത സിമിത്തേരിയാണത്. തുരുത്തിരി ജനസംഖ്യ കുറവാണെങ്കിലും മരണപ്പെടുന്നവർ ഈ സിമിത്തേരിയിൽ തന്നെ അടക്കം ചെയ്തിരുന്നു. സിമിത്തേരിയുടെ വലതുഭാഗത്തായിട്ടാണ് തെമ്മാടിക്കുഴി സ്ഥിതി ചെയ്യുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ആളുകളെ അവിടെയാണ് അടക്കം ചെയ്തിരുന്നത്. പകൽ സമയത്ത് പോലും ഈ ഭാഗത്തേക്ക് ആളുകളാരും വരാറില്ല. അബോധ മനസ്സിനെ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് ആ ഭാഗത്തുണ്ടെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. ആളുകളെ തെറ്റു പറയാനും വയ്യ. അത്തരം അനുഭവങ്ങൾ ആ നാട്ടിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെടുന്നവരുടെ ആത്മാക്കൾ ഗതി കിട്ടാതെ അലയുന്നുണ്ടെന്ന് തന്നെയാണ് അവിടുത്തുകാർ വിശ്വസിച്ചിരുന്നത്. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. രാത്രി 8 മണിയോടെ പള്ളിയിലെ കപ്പ്യാരായ ദേവസിക്കുട്ടി തന്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വയസ്സ് 10-60 ദേവസിക്കുട്ടിക്ക് പള്ളിയിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവരുടെ കുടുംബം കഴിഞ്ഞിരുന്നത്. പള്ളിയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഒരിക്കലും ഇത്ര വൈകാറില്ല. ഇന്ന് പള്ളിയിൽ ചില അതിഥികളുണ്ടായിരുന്നു. ദൂരെ നിന്ന് വന്ന ആ അച്ഛന്മാരെ സൽക്കരിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. ദേവസിക്കുട്ടി കയ്യിലുണ്ടായിരുന്ന ചൂട്ട് ആഞ്ഞു വീശി വേഗത്തിൽ നടന്നു. അയാൾക്ക് സിമിത്തേരി കടന്നു വേണമായിരുന്നു വീട്ടിൽ പോകാൻ. നാശം പിടിക്കാൻ, ഇതല്ലാതെ വീട്ടിലേക്ക് വേറെ വഴിയില്ലാതായിപ്പോയി. സിമിത്തേരി പറമ്പിലെത്തിയപ്പോൾ ദേവസിക്കുട്ടി ആത്മകഥം പറഞ്ഞു. തന്നെ കാണാഞ്ഞിട്ട് വീട്ടിലിപ്പോൾ ഭാര്യയും മക്കളും വിഷമിക്കുന്നുണ്ടാവും. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. ഇന്നാണെങ്കിൽ ചെറിയ മഴക്കോളും ഉണ്ട്. സിമിത്തേരി പറമ്പ് കടന്ന് തെമ്മാടിക്കുഴിയുടെ അരികിലെത്തിയപ്പോൾ ദേവസിക്കുട്ടി ഒന്ന് നിന്നു. ആരോ തന്റെ പിറകിലുള്ളതുപോലെ. ഭയപ്പാടോടെ ദേവസിക്കുട്ടി തിരിഞ്ഞു നോക്കി. ഓ, ഇല്ല, ആരുമില്ല. ഈ സമയത്ത് തനിക്കെതിരൂടെ വരാനുണ്ടായ സാഹചര്യത്തിൽ ദേവസിക്കുട്ടി മനസ്സിൽ പഴിച്ചു. ദേവസിക്കുട്ടിയുടെ ഭാര്യ ഏലിയാമ്മ വലിയ പേടിക്കാരിയാണ്. എത്താറുള്ള സമയം കഴിഞ്ഞിട്ടും ദേവസിക്കുട്ടിയെ കണ്ടില്ലെങ്കിൽ അവർക്ക് വലിയ ആദിയാണ്. അതുകൊണ്ട് തന്നെയാണ് രാത്രി വൈകിയിട്ടും പള്ളിയിൽ നിന്ന് തിരിച്ചു പോരാൻ ദേവസിക്കുട്ടി തീരുമാനിച്ചതും. അയാൾ വീണ്ടും നടന്നു തുടങ്ങി. പെട്ടെന്നാരോ ഏങ്ങലടിച്ച് കരയുന്നത് പോലെ അയാൾക്ക് തോന്നി. പേടിയോടെ ദേവസിക്കുട്ടി ചുറ്റും നോക്കി. ഇനി തനിക്ക് തോന്നിയതാണോ? അല്ല, ആ ശബ്ദം വീണ്ടും കേൾക്കുന്നുണ്ട്. ദേവസിക്കുട്ടി വീണ്ടും ചെവി വട്ടം പിടിച്ചു. തെമ്മാടിക്കുഴിയുടെ അടുത്ത് വീണ് കിടക്കുന്ന മരക്കൊമ്പിൽ ആരോ ഇരിക്കുന്നു. മടിയിൽ തലവെച്ച് കരയുന്ന ഒരു യുവതി. ആ യുവതി നോക്കി നിൽക്കെ ദേവസിക്കുട്ടിയുടെ കൈകാലുകൾക്ക് തളർച്ച അനുഭവപ്പെട്ടു. പെട്ടെന്ന് ആ യുവതി കരച്ചിൽ നിർത്തി തല ഉയർത്തി. ഇരുട്ടിലും അവളുടെ മുഖം വ്യക്തമായി ദേവസിക്കുട്ടി കണ്ടു. സിസിലി, സിസിലിയല്ലേ അത്? 2 ദിവസം മുമ്പ് തെമ്മാടിക്കുഴിയിൽ അടക്കം ചെയ്ത സിസിലി. 3 ദിവസം മുമ്പായിരുന്നു തുരുത്തിലെ തോട്ടിൽ സിസിലിയെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് മരണപ്പെട്ട സിസിലി 6 വയസ്സുള്ള മകനും അമ്മയുമായി ആ തുരുത്തിലെത്തിയിട്ട് 2 വർഷമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. മരണപ്പെട്ട അന്ന് രാവിലെ എന്തോ ആവശ്യത്തിന് ടൗണിൽ പോയി മടങ്ങി വരികയായിരുന്നു സിസിലി. അപസ്മാരബാധയെ തുടർന്ന് തോട്ടിൽ വീണ് മരിച്ചു എന്നാണ് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. ദുരൂഹമരണമായതിനാൽ അവളെ തെമ്മാടിക്കുഴിയിലാണ് അടക്കിയത്. പെട്ടെന്നാണ് ഒരു വെള്ളിടി വെട്ടിയത്. തന്റെ കഴുത്തിൽ കിടന്ന കൊന്തയിൽ മുറുകെ പിടിച്ചുകൊണ്ട് എവിടെ നിന്നോ കിട്ടിയ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ദേവസിക്കുട്ടി ഇടംവലം നോക്കാതെ തന്റെ വീട്ടിലേക്ക് പാഞ്ഞു. ഇതേ സമയം 10 നേരം കഴിഞ്ഞിട്ടും ദേവസിക്കുട്ടിയെ കാണാത്തതിന്റെ വിഷമത്തിലായിരുന്നു അയാളുടെ ഭാര്യ ഏലിയാമ്മ. നേരെ എത്രയായി? ഇതേനീത്ത് എവിടെ പോയി കിടക്കുന്നു? കെട്ടിക്കാൻ പ്രായമായ 2 പെൺപിള്ളേരുള്ള വീടാ. നേരത്തും കാലത്തും വീട്ടിലെത്തണമെന്നും വല്ല വിചാരമുണ്ടോ മനുഷ്യന്?
ഉമ്മറത്തിണ്ണയിലിരുന്ന് ഏലിയാമ്മ പെറുപിറുത്തു. എന്റെ പൊന്നമ്മച്ചി, അപ്പനിങ്ങ് വന്നോളും. പുറത്തിരുന്ന് മഞ്ഞുകൊള്ളാതെ അമ്മച്ചി ഇങ്ങ് അകത്തേക്ക് കയറി വരാൻ നോക്ക്. മൂത്ത മകൾ റോസി പുറത്തു വന്ന് പറഞ്ഞു. ഓ, നിങ്ങളുടെ പ്രായത്തിൽ ഞാൻ കുറെ മഞ്ഞു കൊണ്ടിട്ടുള്ളതാ. എന്നെ അകത്തിരുത്തന്ന് നീ ഒന്നും വിചാരിക്കണ്ട. ആ, എന്നാ പിന്നെ അമ്മ എന്തെങ്കിലും ചെയ്യേ എന്നും പറഞ്ഞ് റോസി വീട്ടിനകത്തേക്ക് പോയി. റോസിയും അവളുടെ അനിയത്തി സ്റ്റെഫിയും തമ്മിൽ 2 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. അമ്മച്ചിയെ പോലെ രണ്ടുപേരും കാണാൻ സുന്ദരികളാണ്. കല്യാണപ്രായമായ പെൺമക്കളെ കാണുമ്പോൾ ദേവസിക്കുട്ടിക്കും ഏലിയാമ്മയ്ക്കും ആദിയാണ്. ഇപ്പോഴത്തെ കാലത്ത് 2 പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് ഇറക്കി വിടാനുള്ള പാട് അവർക്കറിയാം. അന്നന്നത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്നവർക്ക് മക്കളെ പൊന്നും പണവും നൽകി കെട്ടിച്ചു വിടാനുള്ള പ്രാപ്തിയില്ല. പെട്ടെന്നാണ് കറണ്ട് പോയത്. കനത്ത ഇരുട്ട് തന്നെ തുറിച്ചു നോക്കുന്നത് പോലെ തോന്നി ഏലിയാമ്മയ്ക്ക്. എടീ, ആ റാന്തലിങ് എടുത്തേ, നല്ല മഴ വരുന്നുണ്ട്. മുറ്റത്ത് കഴുകിയിട്ടിരുന്ന തുണികളൊക്കെ ഞാനൊന്ന് എടുക്കട്ടെ. സ്റ്റെഫി ഒരു റാന്തൽ കത്തിച്ചു കൊണ്ടുവന്ന് ഉമ്മറത്ത് വെച്ചു. ഏലിയാമ്മ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി. അഴയിലിട്ടിരുന്ന തുണികൾ ഓരോന്നായി എടുക്കാൻ തുടങ്ങി. വീശിയടിച്ച തണുത്ത കാറ്റിൽ ഏലിയാമ്മയുടെ ശരീരം വിറകൊണ്ടു. ഇന്ന് എന്താണാവോ പതിവില്ലാത്ത കാറ്റും മഴയും, ഏലിയാമ്മ മനസ്സിലോർത്തു. പെട്ടെന്ന് അഴപൊട്ടി തുണികളെല്ലാം നിലത്തു വീണു. ഹോ, തുണികളെല്ലാം മണ്ണായല്ലോ. നിലത്ത് വീണ തുണികളെല്ലാം എടുക്കുന്നതിനിടയിൽ ആ തുണികളെല്ലാം കൂടിച്ചേർന്ന് ഒരു ഭീകരരൂപമായി ഏലിയാമ്മയുടെ തൊട്ടരികിലെത്തി. പെട്ടെന്ന് വിറയ്ക്കുന്നൊരു കൈ ഏലിയാമ്മയുടെ തോളിൽ പിടിച്ചു. അപ്രതീക്ഷിതമായി ആരോ തോളിൽ കൈവച്ചപ്പോ ഏലിയാമ്മ ഭയന്ന് വലിയ വായിൽ നിലവിളിച്ചു. അയ്യോ, ഓടിവായോ, എന്നെ കൊന്നയേ. എടി ഏലിയേ, ഇത് ഞാനാടി. ദേവസിക്കുട്ടി ഏലിയാമ്മയുടെ വായു പൊത്തി. എന്റെ മനുഷ്യനെ, നിങ്ങളിപ്പോ എന്നെ പീഡിപ്പിച്ച് കൊന്നേനേലോ, ഏലിയാമ്മ കിതപ്പോടെ പറഞ്ഞു. പുറത്തെ ബഹളം കേട്ട് മക്കള് രണ്ടുപേരും ഓടി വന്നു. എന്താ അമ്മച്ചി, എന്തു പറ്റി? തുണിയെടുത്തുകൊണ്ടിരുന്ന എന്നെ ഈ മനുഷ്യൻ പുറകിന്ന് വന്ന് പേടിപ്പിച്ചതാ. പെട്ടെന്ന് മഴ ചാറി തുടങ്ങി. അപ്പച്ചൻ അമ്മച്ചി ഇവിടെ നിന്ന് വഴക്കിടാതെ വീട്ടിനകത്തേക്ക് കയറ്. മഴ കൊണ്ട് പനി പിടിപ്പിക്കണ്ട, റോസി പറഞ്ഞു. എല്ലാവരും വീടിനകത്തേക്ക് കയറി. രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം 4 പേരും ഭക്ഷണം കഴിക്കാനിരുന്നു. താൻ വരുന്ന വഴി തെമ്മാടിക്കുടിയിൽ സിസിലിയെ കണ്ട കാര്യം വീട്ടിൽ പറയണോ എന്ന് ദേവസിക്കുട്ടി ആലോചിച്ചിരുന്നു. നിങ്ങൾ എന്താ മനുഷ്യനെ ഭക്ഷണത്തിന് മുന്നിരുന്ന് ആലോചിക്കണത്? ഓ, ഒന്നുമില്ല. ആദ്യം പറയണമെന്ന് വിചാരിച്ചെങ്കിലും സ്വതവേ പേടിക്കാരിയ ഏലിയാമ്മയും മക്കളെയും ഇതുകൂടി പറഞ്ഞ് പേടിപ്പിക്കണ്ടെന്ന് കരുതി ദേവസിക്കുട്ടി ഒന്നും പറഞ്ഞില്ല. നിങ്ങളിന്ന് ബ്രോക്കർ അന്തോണിയെ കാണാൻ പോയിട്ടെന്തായി? ഏലിയാമ്മ വീണ്ടും ചോദിച്ചു. പറ്റിയ ബന്ധം വല്ലതും വന്നാല് അവൻ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീധനമൊന്നും കൊടുത്ത് ഞങ്ങളെ കെട്ടിച്ചയക്കണ്ടപ്പാ. സ്ത്രീധനമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പണ്ട് അപ്പനമ്മച്ചിയെ കിട്ടിയില്ലേ, അതുപോലെ നല്ല മനസ്സുള്ള ആളുകൾ വരും. അപ്പോൾ മതി ഞങ്ങൾക്ക് കല്യാണം, റോസി പറഞ്ഞു. മുകളിലുള്ള ആള് വിചാരിക്കുന്നത് പോലെയെല്ലാം നടക്കും. കർത്താവേ, എൻ്റെ മക്കൾക്ക് കൂട്ടായിരിക്കണേ. ദേവസിക്കുട്ടി മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ഭക്ഷണം കഴിച്ചെല്ലാവരും ഉറങ്ങാൻ കിടന്നെങ്കിലും ദേവസിക്കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഏലിയാമ്മയാണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ട്. മക്കള് രണ്ടുപേരും അപ്പുറത്തെ മുറിയിലാണ് കിടക്കുന്നത്. ദേവസിക്കുട്ടി തിരിഞ്ഞും മറിഞ്ഞും ഏറെ നേരം കിടന്നു. കണ്ണടച്ചാൽ തെമ്മാടിക്കുടിയിൽ കണ്ട കാഴ്ചയാണ് കൺമുന്നിൽ തെളിയുന്നത്. നിദ്രാദേവതയുടെ കടാക്ഷവും കാത്ത് ദേവസിക്കുട്ടി മച്ചിലേക്ക് നോക്കി അങ്ങനെ കിടന്നു. ഇതേസമയം ടൗണിൽ പോയി വരുന്ന വഴിയായിരുന്നു ബെന്നി. 27 വയസ്സുള്ള സുമുഖനും സൽസ്വഭാവിയുമായ ബെന്നിക്ക് സ്വന്തമായി പെട്ടിവണ്ടിയുണ്ട്. തുരുത്തിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ ടൗണിൽ കൊണ്ടുപോയി വിൽക്കുന്ന ബിസിനസ്സാണ് അയാൾക്ക്. എന്നും വൈകുന്നേരത്തോടെ മടങ്ങിയെത്താറുള്ള അയാൾക്ക് ഇന്ന് ടൗണിൽ മറ്റൊരാളെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വൈകി. മൂളിപ്പാട്ടും പാടി അയാൾ ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചു. റോഡെല്ലാം വിജനമായിരുന്നു. തണുത്ത കാറ്റും ചിതറിത്തെറിക്കുന്ന മഴത്തുള്ളികളും ബെന്നിയെ കുളിരണിയിച്ചു. ബെന്നിക്ക് അമ്മയും അനിയനുമാണ് ഉള്ളത്. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയ ബെന്നിയെയും അവന്റെ അനുജനെയും മീൻ കച്ചവടം നടത്തി ഏറെ കഷ്ടപ്പെട്ടാണ് അമ്മച്ചി വളർത്തിയത്. കഷ്ടപ്പാടറിഞ്ഞു വളർന്നതിനാൽ എല്ലാ കാര്യത്തിലും ഒരു മിതത്വമുണ്ടായിരുന്നു ബെന്നിക്ക്. എന്നാൽ അവന്റെ അനുജന്റെ സ്വഭാവം നേരെ തിരിച്ചായിരുന്നു. അവർ തമ്മിൽ 10 വയസ്സിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ആഗ്രഹിക്കുന്നതെന്തും നേടിയെടുക്കണമെന്ന വാശിയായിരുന്നു അനുജന്. അച്ഛനില്ലാത്ത കുട്ടിയല്ലേ എന്ന് കരുതി ബെന്നിയും അവന്റെ ഇഷ്ടങ്ങളെല്ലാം നടത്തിക്കൊടുത്തു പോന്നു. ബെന്നിയുടെ വീടെത്തുന്നതിന് മുമ്പായി ഒരു തോടുണ്ട്. ആ തോട്ടിലാണ് 3 ദിവസം മുമ്പ് സിസിലി എന്നൊരു പെണ്ണ് മുങ്ങി മരിച്ചത്. ബെന്നിയുടെ വണ്ടി തോടിനരികിലെത്തി. തോടിനടുത്തായി ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? ബെന്നിക്ക് അങ്ങനെയൊരു തോന്നൽ. അല്ല, തോന്നലല്ല. വെളുത്ത വസ്ത്രം ധരിച്ച നീണ്ട മുടിയുള്ള ഒരു സ്ത്രീ ആ തോടിന്റെ വക്കിൽ നിൽക്കുന്നുണ്ട്. ബെന്നിയുടെ വണ്ടി തോടിനരികിലെത്തിയതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ടായിരുന്നു. കനത്ത ഇരുട്ടിലും അവളുടെ കണ്ണുകൾ വെട്ടിത്തിളങ്ങി. പെട്ടെന്നെന്തോ ചീഞ്ഞു നാറുന്ന ഗന്ധം അവിടെയാകെ നിറഞ്ഞു. ഈശ്വരവിശ്വാസിയും ധൈര്യശാലിയുമാണെങ്കിലും ബെന്നിയാകെ വെട്ടി വിയർത്തു.
ചീഞ്ഞ മണം സഹിക്കാവുന്നതിലപ്പുറമായിരുന്നെങ്കിലും ബെന്നി ഒന്നുകൂടി ആ മുഖത്തേക്ക് നോക്കി. അടുത്ത നിമിഷമുണ്ടായ ശക്തമായ മിന്നലിൽ അത് മരിച്ചുപോയ സിസിലിയാണെന്നവൻ തിരിച്ചറിഞ്ഞു. സിസിലിയുടെ ശവമടക്കിന് താനും പോയിരുന്നു. അമ്മയെ വിളിച്ചു കരയുന്ന അവളുടെ മകന്റെ മുഖം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. പെട്ടെന്ന് ആ രൂപം ബെന്നിയുടെ നേർക്ക് തിരിഞ്ഞു. വേച്ച് വേച്ച് അത് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു വന്നു. മുഖമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വികൃതമായിരുന്നു. കണ്ണിൽ നിന്നും ധാരധാരയായി ഒഴുകിയിരുന്ന രക്തം അവളുടെ വെള്ള വസ്ത്രത്തെ ചുവന്ന നിറമാക്കിയിരുന്നു. ഒരു ഉൾക്കിടിലത്തോടെ ബെന്നി ആക്സിലേറ്ററിൽ കാലമർത്തി. ഫുൾ സ്പീഡിൽ ഓടിയ വണ്ടി പിന്നെ ചെന്ന് നിന്നത് ബെന്നിയുടെ വീടിന്റെ കാർ പോർച്ചിലായിരുന്നു. കുറച്ചു മുമ്പ് താൻ കണ്ട കാര്യങ്ങൾ സത്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാനാകാതെ ബെന്നി കുറച്ചു നേരം വണ്ടിയിൽ തന്നെയിരുന്നു. വണ്ടിയുടെ ശബ്ദം കേട്ട് അമ്മച്ചി വീടിന് പുറത്തേക്ക് വന്നു. ബെന്നി, എടാ നീയെന്താ പാതിരാക്കിനാവ് കാണുവാണോ? അമ്മച്ചിയുടെ ഉച്ചത്തിലുള്ള ചോദ്യം അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തി. മുഖമെല്ലാം അമർത്തി തുടച്ച് അവൻ വണ്ടിയിൽ നിന്നിറങ്ങി. ഒന്നുമില്ല എൻ്റെ അമ്മച്ചി. അമ്മച്ചി ചോറെടുത്ത് വയ്ക്കേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ബെന്നി തൻ്റെ മുറിയിലേക്ക് നടന്നു. അല്പനേരം കഴിഞ്ഞ് ബെന്നി എത്തിയപ്പോഴേക്കും അമ്മച്ചി ചോറും കറികളെല്ലാം ഡൈനിങ് ടേബിളിൽ നിരത്തിയിരുന്നു. അല്ല, അമ്മച്ചി കഴിച്ചില്ലായിരുന്നോ? ഇല്ല കുഞ്ഞേ, നിന്നെ കാണാത്തതുകൊണ്ട് വിശപ്പ് തോന്നിയില്ല. അമ്മച്ചിക്ക് വയ്യാത്തതല്ലേ? സമയാസമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? എബിമോൻ എവിടെ അമ്മച്ചി? അവനെ കണ്ടില്ലല്ലോ. അവൻ കഴിച്ച് നേരത്തെ കിടന്നു. അവന്റെ പിണക്ക് ഇനിയും മാറിയില്ലേ? അവന്റെ പിണക്ക് എങ്ങനെ മാറാനാ? അവനെ താഴത്തും തലയിലും വെക്കാതെ നീയല്ലേ കൊണ്ട് നടക്കുന്നേ? MBBSന് ഗവൺമെന്റ് കോളേജിൽ ചേരാൻ ഫസ്റ്റ് അലോട്ട്മെന്റിൽ പേരില്ല എന്നും പറഞ്ഞ് ഈ ചെക്കൻ മുഖം വെറുപ്പിച്ച് നടക്കുന്നത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവന് സീറ്റ് കിട്ടിയില്ലെങ്കിലും നമ്മൾ പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിക്കാം അമ്മച്ചി. ആ, നിന്റെ ഈ വർത്താനം കേട്ടിട്ടാ അവനിങ്ങനെ മുഖം വെറുപ്പിച്ച് നടക്കുന്നേ. കൊച്ചുങ്ങളായാലേ പൈസയുടെ വില അറിയണം. പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിക്കാൻ എത്ര പൈസയുടെ ചെലവുണ്ടെന്നാ? അതൊക്കെ നമുക്ക് ശരിയാക്കാൻ എൻ്റെ അമ്മച്ചി. അവനെൻ്റെ കുഞ്ഞനിയനല്ലേ എന്ന് പറഞ്ഞ് ബെന്നി ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് സിസിലിയുടെ ജീർണിച്ച മുഖം ഓർമ്മ വന്നു. അവൻ ഓടിക്കൊണ്ട് വാഷ് ബേസിനരികിലെത്തി. അവൻ നിർത്താതെ ഛർദ്ദിക്കുന്നത് കണ്ട് അമ്മച്ചി, എൻ്റെ കുഞ്ഞിന് ഇതെന്തു പറ്റി കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടോടി വന്നു. പെട്ടെന്ന് കറണ്ട് പോയി. തൻ്റെ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന എബി എന്തോ ശബ്ദം കേട്ടുണർന്നു. അവനാകെ വിയർത്തു കുളിച്ചിരുന്നു. പെട്ടെന്ന് തുറന്നു കിടക്കുകയായിരുന്ന ജനൽപ്പാളികളിലൂടെ ശക്തിയായി കാറ്റകത്തേക്ക് വീശി. ആ കാറ്റിൽ ജനൽപ്പാളികൾ തുറന്നടയാൻ തുടങ്ങി. ജനലടയ്ക്കാൻ എഴുന്നേറ്റ് വന്ന എബി ആ കാഴ്ച കണ്ട് പുറകിലേക്ക് മറിഞ്ഞു വീണു. കണ്ടത് സ്വപ്നമാണോ എന്നറിയാൻ എബി കണ്ണു തിരുമ്മി തുറന്നു കിടന്ന ജനാലയിലൂടെ ഒന്നുകൂടി നോക്കി. അവിടെ അതാ വാഴക്കൂട്ടങ്ങൾക്കിടയിൽ തലയില്ലാത്തൊരു രൂപം നിൽക്കുന്നു. ഭയത്തിന്റെ പരകോടിയിലെത്തിയ എബി ഉറക്കെ നിലവിളിച്ചു. അവന്റെ നിലവിളി കേട്ട് ബെന്നിയും അമ്മച്ചി ഓടി വന്നു. എന്നതാ മോനെ, എന്തു പറ്റി? ബെന്നി ഓടി വന്ന് എബിമോനെ കെട്ടിപ്പിടിച്ചു. അവൻ വിറയ്ക്കുന്ന കൈകളോടെ പുറത്തേക്ക് വിരൽ ചൂണ്ടി. അമ്മച്ചിയും ബെന്നിയും ഓടി ജനലരികിലെത്തി പുറത്തേക്ക് നോക്കി. ഏറെ നേരം നോക്കിയിട്ടും അവർക്കൊന്നും കാണാനുണ്ടായിരുന്നില്ല. ഇവിടെയൊന്നും ഇല്ല മോനെ, നീ വല്ല സ്വപ്നം കണ്ടതാകും. അമ്മച്ചി നാലുപാട് നോക്കി. അല്ല അമ്മച്ചി, ഞാൻ കണ്ടതാ. ആ വാഴക്കൂട്ടങ്ങൾക്കിടയിൽ തലയില്ലാത്തൊരു രൂപം നിൽക്കുന്നത്. എബി കിതപ്പടയ്ക്കാൻ പാടുപെട്ടു. ഇന്നേതായാലും മോനിവിടെ കിടക്കണ്ട, ചേട്ടന്റെ കൂടെ കിടക്കാം എന്ന് പറഞ്ഞ് ബെന്നി എബിമോനെ അവന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഇതേ സമയം വീണ്ടും ഒരു വെള്ളിടി വെട്ടി. ആ പ്രകാശത്തിൽ വാഴക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന രൂപം പതുക്കെ നടന്നു നീങ്ങി. രാത്രി ഏറെ കഴിഞ്ഞിട്ടും ഉറക്കം വരാതെ വീടിന്റെ ഇറയെത്തിരിക്കുകയായിരുന്നു ജോസ്. ബെന്നിയുടെ 2 വീട് അപ്പുറത്താണ് ജോസിന്റെ വീട്. കടലിൽ മീൻപിടുത്തമാണ് അയാളുടെ തൊഴിൽ. എന്താ ചായ, കിടക്കുന്നില്ലേ? ജോസിന്റെ ഭാര്യ മേരിക്കുട്ടി ഉമ്മറത്ത് വന്ന് ചോദിച്ചു. കിടന്നിട്ട് ഉറക്കം വരുന്നില്ലടി. ജോസ് പുറത്തേക്ക് നോക്കിയിരുന്നു. എന്നതാ പ്രശ്നം? പ്രശ്നം പഴയത് തന്നെ. 20 വയസ്സ് മുതൽ പങ്കായം പിടിക്കാൻ തുടങ്ങിയ കയ്യാ ഇത്. വഞ്ചിയുമായി കടലിനോട് മല്ലിടാൻ തുടങ്ങിയിട്ട് 10-20 കൊല്ലായി. ജോസിനെ കടലിനറിയാം, കടലിന് ജോസിനെയും. അതിനിപ്പോ എന്തോ പറ്റി. പണ്ടൊക്കെ കടലിലിറങ്ങിയ വഞ്ചി നിറയെ മീനായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ നീ കാണുന്നതല്ലേ. പേരിന് എന്തെങ്കിലും കിട്ടിയാലായി. ഇനി ഈ വഞ്ചിയുമായിട്ട് കടലിലിറങ്ങിയിട്ട് കാര്യമില്ല. നല്ലൊരു ബോട്ട് വാങ്ങണം, അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ട് പണിക്ക് കയറണം. ബോട്ടുകാരൊക്കെ പുതിയ പുതിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് എത്ര മീനാ വാരിക്കൂട്ടണത്. അങ്ങനെ ഏതെങ്കിലും ഇല്ലാതെ ഇപ്പോൾ കടലിലിറങ്ങിയിട്ട് കാര്യമില്ല മേരിക്കുട്ടി. നല്ലൊരു ബോട്ട് വാങ്ങാൻ ഒരുപാട് കാശാവില്ലേ? ഉവ്. അതിന് നമ്മുടെ കയ്യിലെവിടാ നിന്നാ പണം? ഇപ്പോൾ തന്നെ നിനക്ക് തയ്യ ജോലി ഉള്ളത് കൊണ്ടാ ഈ കുടുംബം പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോണേ. ഞാൻ ഈ ചക്രം ചവിട്ടുന്നത് നമുക്കെല്ലാം വേണ്ടിയല്ലേ ജോസേട്ടാ? ദൈവം എല്ലാത്തിനും ഒരു വഴി കണ്ടിട്ടുണ്ടാവും. നമ്മൾ എത്ര നാളായി കിഴക്കേ പറമ്പിൽ നമ്മുടെ ആ സ്ഥലം വിൽക്കാൻ നോക്കുന്നു. അത് വിറ്റാ ബോട്ട് വാങ്ങാനുള്ള കാശ് കിട്ടില്ലേ? ആ, അത് 10-12 സെന്റ് സ്ഥലമുണ്ട്.
ശേഖരൻ മുതലാളിയുടെ ഒരു ബോട്ട് വിൽക്കാനുണ്ടെന്ന് കേട്ടു. ആ സ്ഥലം വിറ്റ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ആ ബോട്ട് വാങ്ങായിരുന്നു. എത്ര നാളായി നമ്മളത് വിൽക്കാൻ ശ്രമിക്കുന്നു. ഓരോ പ്രാവശ്യം എല്ലാം ശരിയായി വരുമ്പോൾ ഓരോരോ തടസ്സങ്ങളുണ്ടാവും. സാരില്ല ചായ, ഓരോന്നിനും അതിൻ്റെതായ സമയത്ത് ശരിയായി നടക്കും. ആട്ടെ, മക്കൾ ഉറങ്ങിയോ? അവനെല്ലാം 9 മണിയായപ്പോഴേക്കും മുടിപ്പുതച്ചിറങ്ങി. മേരിക്കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. 6ഉം 8ഉം 10ഉം വയസ്സുള്ള 3 മക്കളാണ് ഇവർക്ക്. മൂത്ത മകൾ റാണി 5ലും, രണ്ടാമത്തെ മകൻ ക്രിസ്റ്റോ 3ലും, താഴെയുള്ള മകൻ ആൽബർട്ട് 1ലാണ് പഠിക്കുന്നത്. പെട്ടെന്നാണ് ദൂരെ ബെന്നിയുടെ പറമ്പിൽ ഒരാളനക്കം ജോസ് ശ്രദ്ധിച്ചത്. എടി മേരിക്കുട്ടി, എന്നതായി ചായ? നീ അങ്ങോട്ട് നോക്കിക്കേ, അവിടെ ആരോ നിൽക്കുന്നില്ലേ? എവിടെ? ഞാനൊന്നും കാണുന്നില്ല. അതാ അവിടെ, ആ വാഴക്കൂടത്തിന് നടുവില്. അതാ ബെന്നി എങ്ങനെ എന്തെങ്കിലും എടുക്കാൻ വന്നതായിരിക്കും. ഈ പാതിരാത്രി നേരത്തോ? നിങ്ങൾക്ക് ഈ നേരത്ത് ഉറങ്ങാതിരിക്കാമെങ്കിൽ അവൻ ഈ നേരത്ത് അവൻ്റെ പറമ്പിൽ എന്തെങ്കിലും ചെയ്തൂടെ? നിന്നോടിത് പറയാൻ വന്ന എന്നെ തല്ലണം. നിങ്ങളിവിടെ വല്ലവരുടെയും പറമ്പിലെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നോ? ഞാനും ഉറങ്ങാൻ പോണ് എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. അന്ന് നല്ല നിലാവുണ്ടായിരുന്നു. ആ നിലാവെളിച്ചത്തിൽ അങ്ങ് ദൂരെ തന്നെ നോക്കി നിൽക്കുന്ന വെള്ള വസ്ത്രം ധരിച്ച യുവതിയുടെ രൂപം ജോസ് വ്യക്തമായി കണ്ടു. കുറച്ചു ദൂരത്തിലായിരുന്നതിനാൽ പൊളിഞ്ഞടർന്ന അവളുടെ മുഖമോ കണ്ണുകളിൽ നിന്ന് ധാരയായി ഒഴുകുന്ന ചുടുചോരയോ ജോസ് കണ്ടില്ല. ഭയചകിതനായ അയാൾ പെട്ടെന്ന് അകത്തേക്ക് കയറി വാതിലടച്ചു. പിറ്റേന്ന് രാവിലെ കുട്ടികളുടെ കളിച്ചിരികൾ കേട്ടാണ് ജോസ് ഉണർന്നത്. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ മേരിക്കുട്ടി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. പിള്ളേർക്ക് ഒരേ വാശി ഉണ്ണിയപ്പം തിന്നണോന്ന്. എന്നാ പിന്നെ അതുണ്ടാക്കി കൊടുക്കാന്ന് കരുതി ഞാൻ. ഇച്ചാന് കാപ്പി എടുക്കട്ടെ? ആ എടുക്ക്. അമ്മച്ചി, ഇതിൽ 2 ഉണ്ണിയപ്പം ഞാൻ സ്റ്റീഫന് കൊടുത്തോട്ടെ? ആൽബർട്ട് കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. അതാരാ ആൽബി, സ്റ്റീഫൻ? ജോസ് കാപ്പി കുടിക്കുന്നതിനിടെ ചോദിച്ചു. സ്റ്റീഫൻ ആൽബിയുടെ കൂട്ടുകാരനാ. അവരൊരു ക്ലാസ്സിലാ പഠിക്കുന്നേ. ഇച്ചാന് മനസ്സിലായില്ലേ? കുറച്ചു ദിവസം മുമ്പ് മരിച്ച സിസിലിയുടെ മകനാ സ്റ്റീഫൻ. സിസിലി കുട്ടികൾ കഴിച്ച് ബാക്കി വന്ന ഉണ്ണിയപ്പം വേറെ പാത്രത്തിലാക്കുകയായിരുന്നു. ഓ, ആ കുഞ്ഞിനെ ഞാൻ ഓർക്കുന്നു. അന്ന് ശവമടക്കിന് അവനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. 10-75 വയസ്സായ അവളുടെ അമ്മയും ആ കുഞ്ഞും ഇനി എങ്ങനെ ജീവിക്കുവോ ആവോ? ജോസ് എഴുന്നിട്ട് ചായ ഗ്ലാസ് കഴുകി വെച്ചു. അവർക്ക് കുടുംബക്കാരെന്ന് പറയാൻ ആരുമില്ല അത്രേ. ആ കൊച്ചിന്റെ അപ്പം മരിച്ചെങ്കിലും അയാളുടെ വീട്ടുകാർ കാണാതിരിക്കുവോ? ആവോ, അതൊന്നും എനിക്കറിയില്ല. ആൽബിക്കുട്ടാ, നീ ഈ പൊതിയിലുള്ള ഉണ്ണിയപ്പം സ്റ്റീഫിന് കൊടുത്തിട്ട് വാ. റാണിമോളും അവന്റെ കൂടെ ചെല്ല്. കൊച്ചുങ്ങൾ ആ പൊതിയും കൊണ്ട് സെസിലിയുടെ വീട്ടിലേക്ക് നടന്നു പോകുന്നത് നോക്കി മേരിക്കുട്ടി നെടുവേർപ്പെട്ടു. ഇച്ചായനിത് എങ്ങോട്ടാ? പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയായിരുന്ന ജോസിനെ നോക്കി അവൾ ചോദിച്ചു. ഞാൻ ആ കവല വരെ. പറ്റിയാൽ ആ ബ്രോക്കറെ ഒന്ന് കാണണം. സ്ഥലത്തിന്റെ കാര്യം എന്തായെന്ന് അന്വേഷിക്കണം. മേരിക്കുട്ടി ജോസ് പോകുന്നത് നോക്കി നിന്നു. തലേ ദിവസം രാത്രി തെമ്മാടിക്കുടിയിൽ വെച്ച് കണ്ട കാര്യങ്ങൾ ഓർത്തു കിടന്ന ദേവസിക്കുട്ടിക്ക് രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാവിലെ അയാൾ വൈകിയാണ് എഴുന്നേറ്റത്. തലേന്ന് നടന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴും അയാളുടെ മുട്ടുവിറയ്ക്കുന്നു. അതെല്ലാം ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന് അയാൾക്ക് തോന്നി. ഏലിയാമ്മയോടോ മക്കളോടോ ഇതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ആരോട് പറയും? നിങ്ങളിവിടെ ഇത് എന്താലോചിച്ചിരിപ്പാ മനുഷ്യനെ? കാപ്പിയുമായി ഏലിയാമ്മ അടുത്തു വന്നിരുന്നപ്പോഴാണ് ദേവസിക്കുട്ടി ചിന്തയിൽ നിന്നുണർന്നത്. ഇന്ന് പള്ളിയിലേക്ക് പോകണ്ടായോ? പോണം. പള്ളിയിൽ വത്തിക്കാനിൽ നിന്ന് കുറച്ച് അച്ഛന്മാർ വന്നിട്ടുണ്ട്. തന്ത്രവും മന്ത്രവും എല്ലാം വശമുള്ള വലിയ പുള്ളികളാണത്രേ. ഏതായാലും ഞാൻ പെട്ടെന്ന് കുളിച്ചേച്ചും വരാം. എനിക്ക് കഴിക്കാനുള്ള ആഹാരം എടുത്തു വയ്ക്കേ. ദേവസിക്കുട്ടി കുളിച്ചു വന്നപ്പോഴേക്കും മകള് റോസി അപ്പവും കടലക്കറിയും മേശമേൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നേരത്തെ വരണേ അപ്പാ, ഞങ്ങൾക്ക് വയ്യ അമ്മച്ചിയുടെ ആദി കാണാൻ. ഞാൻ മനഃപൂർവ്വം വൈകിക്കുന്നതല്ല മോളെ. അവിടെ ഒരുപാട് പണിയുണ്ടാവും. അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും സമയം കടന്നു പോകുന്നതാ. എന്നാൽ എൻ്റെ കൊച്ചു പറഞ്ഞ സ്ഥിതിക്ക് നേരത്തെ വരാൻ ശ്രമിക്കാൻ കേട്ടോ. ദേവസിക്കുട്ടി റോസിയുടെ നെറുകയിൽ തലോടി. പള്ളിയിലെത്തിയപ്പോഴതാ ഒരാൾക്കൂട്ടം. തെമ്മാടിക്കുഴിയുടെ അടുത്തായാണ് ആളുകൾ നിൽക്കുന്നത്. ദേവസിക്കുട്ടി ചെന്ന് നോക്കിയപ്പോൾ അവിടെ മാകി ഇളക്കി മറച്ചിട്ടിരിക്കുന്നു. ഇതാരപ്പ ഇങ്ങനെ ചെയ്തത്? ആളുകൾ കൂട്ടും കൂടി നിന്ന് ചർച്ച ചെയ്യുകയാണ്. താൻ തലേദിവസം കണ്ട കാര്യങ്ങൾ പറയണോ എന്നാലോചിച്ച് ദേവസിക്കുട്ടി പള്ളിയിലേക്ക് നടന്നു. അപ്പോഴാണ് പള്ളിയിലെ പ്രധാന വികാരി ഫാദർ അഗസ്റ്റിൻ വത്തിക്കാനിൽ നിന്നും വന്ന അച്ഛന്മാരോടൊപ്പം പള്ളിയുടെ പ്രധാന കവാടത്തിനരികിൽ നിൽക്കുന്നത് കണ്ടത്. ദേവസിക്കുട്ടി നടന്ന് അവരുടെ അരികിലെത്തി. എന്താ ദേവസിക്കുട്ടി, തന്റെ മുഖം വല്ലാതിരിക്കുന്നേ? തനിക്ക് സുഖമില്ലേ? ഫാദർ അഗസ്റ്റിൻ ചോദിച്ചു. അത് പിന്നെ ദേവസിക്കുട്ടി നിന്ന് പരുങ്ങി. പ്രായം തളർത്തിയ ശരീരവുമായി ദേവസിക്കുട്ടി പള്ളിയുടെ അരികിലായുള്ള തിണ്ണയിലിരുന്നു. വിറയ്ക്കുന്ന ചുണ്ടുകളോടെ തലേ ദിവസം രാത്രി തെമ്മാടിക്കുഴിയിൽ വെച്ച് താൻ കണ്ട കാഴ്ചകളെക്കുറിച്ച് തുറന്നു പറഞ്ഞു. അത് കേട്ട അച്ഛന്മാർ പരിഭ്രമത്തോടെ പരസ്പരം നോക്കി. 3 ദിവസം മുമ്പ് തെമ്മാടിക്കുഴിയിൽ അടക്കം ചെയ്ത സിസിലിയെ
ഇന്നലെ രാത്രി താൻ കണ്ടുവെന്നാണോ പറയുന്നേ? ഫാദർ അഗസ്റ്റിൻ നെറ്റിച്ചുളിച്ചു. അതെ അച്ചോ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നെ കണ്ടപ്പോ അവള് വല്ലാത്തൊരു നോട്ടം നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്ന് ചുടുചോര ഒഴുകുന്നുണ്ടായിരുന്നു. ദേവസിക്കുട്ടി നിന്ന് കിതച്ചു. പേടിക്കാതെ ദേവസിക്കുട്ടി, നമുക്കെല്ലാത്തിനും ഒരു പരിഹാരം കാണാം. വത്തിക്കാനിൽ നിന്ന് വന്ന ഒരച്ഛൻ ദേവസിക്കുട്ടിയുടെ കഴുത്തിൽ ഒരു കൊന്തമാലയിട്ട് കൊടുത്ത ശേഷം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പേടിക്കണ്ട, ഇനിയൊരു ശക്തിക്കും താങ്കളെ ഉപദ്രവിക്കാനാവില്ല. തന്റെ തലയിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെ ദേവസിക്കുട്ടിക്ക് തോന്നി. അയാൾ പതിവ് പോലെ തന്റെ ജോലികൾ ചെയ്യാൻ ആരംഭിച്ചു. അച്ഛന്മാരാകട്ടെ പ്രാർത്ഥനയ്ക്കായി പള്ളിക്ക് അകത്തേക്കും പോയി. ഇതേ സമയം പള്ളിമുറ്റത്തുണ്ടായിരുന്ന ചില ആളുകളും ദേവസിക്കുട്ടിയുടെ പേടിക്കഥ കേട്ടിരുന്നു. പിന്നത്തെ കാര്യം പറയാനുണ്ടോ? കഥ കാട്ടുതീ പോലെ തുരുത്തിലെ ആളുകൾ മുഴുവനും അറിഞ്ഞു. അതേ അനുഭവമുണ്ടായിരുന്ന ബെന്നിയും മേബിയും ജോസുമെല്ലാം പള്ളിയിലെത്തിയപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം അച്ഛന്മാർക്ക് മനസ്സിലായത്. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. സിസിലെ നിങ്ങളെല്ലാവരും കണ്ടുവെന്ന് പറയുന്ന സ്ഥിതിക്ക് അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവണമല്ലോ. അച്ഛന്മാർ ഗഹനമായി ചിന്തിച്ചു. ഏതായാലും നിങ്ങൾ അകത്തേക്ക് വരൂ, നമുക്ക് കാര്യങ്ങൾ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. അച്ഛന്മാരുടെ നിർദ്ദേശപ്രകാരം ദേവസിക്കുട്ടിയും ബെന്നിയും മേബിയും ജോസും പള്ളിക്കുള്ളിലെത്തി. വത്തിക്കാനിൽ നിന്നെത്തിയ അച്ഛന്മാരിൽ ഏറ്റവും മുതിർന്നയാൾ പോളച്ചനായിരുന്നു. 75 വയസ്സിലേറെ പ്രായമുള്ള അച്ഛന് പല സ്ഥലങ്ങളിൽ വെച്ച് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തുള്ള പരിചയമുണ്ടായിരുന്നു. ആരും പേടിക്കണ്ട, നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥതയോടെയും വിശ്വസ്തയോടെയും കാര്യങ്ങൾ തുറന്നു പറയുന്നു, അത്രയും വേഗം നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയും. പോളച്ചൻ പ്രാർത്ഥനയോടെ കണ്ണുകൾ അടച്ചു. സിസിലിയെ നിങ്ങൾക്ക് എങ്ങനെയാ പരിചയം? അച്ചോ, ഞാൻ ആ കൊച്ചിനെ അതിന്റെ ശവമടക്കിന്റെ അന്നാണ് ആദ്യമായിട്ട് കാണുന്നേ, ദേവസിക്കുട്ടി പറഞ്ഞു. ഞങ്ങളും ഒന്ന് തന്നെ അവരെ കണ്ടത്, ബെന്നിയും മെബിയും ഒന്നിച്ചു പറഞ്ഞു. അവരൊന്നും അങ്ങനെയൊന്നും വീടിന് പുറത്തിറങ്ങാറില്ലല്ലോ. 1-2 തവണ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്, അത്രമാത്രം, ജോസ് പറഞ്ഞു. തുടർന്ന് ഏറെ നേരം പല കാര്യങ്ങളും ചർച്ച ചെയ്തുവെങ്കിലും അതിൽ ജോസിനോ ദേവസിക്കുട്ടിക്കോ ബെന്നിക്കോ എബിക്കോ സിസിലിയെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. അവർക്ക് സിസിലിയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു എന്ന് തന്നെയായിരുന്നു സത്യം. നിങ്ങളെല്ലാവരും മരണപ്പെട്ട സിസിലിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ നിങ്ങളെല്ലാവരെയും ബന്ധിപ്പിക്കുന്ന ഒരു പൊതു ഘടകമുണ്ട്. അക്കാര്യം ഉറപ്പാണ്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളുടെ വീട്ടുകാരെ കൂടി വിളിച്ചുകൊണ്ട് വാ. അവരോട് കൂടി ചോദിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും സൂചന കിട്ടാതിരിക്കില്ല. പോടച്ചൻ പറഞ്ഞതനുസരിച്ച് 4 പേരും വീട്ടിലെത്തി വീട്ടുകാരെ വിവരം അറിയിച്ചു. സ്വതവേ പേടിക്കാരിയായ ഏലിയാമ്മ വലിയ വായിൽ നിലവിളിച്ചു. അയ്യോ, എന്നതായി കേൾക്കുന്നേ? സിസിലിയുടെ പ്രേതത്തിനെ കണ്ടുവന്നു. ഇത് ഞാൻ ഈ പ്രേതം പിടിച്ചാ ഞങ്ങൾക്കിനി ആരുണ്ട്? എന്റെ അമ്മച്ചി, അവനെ പ്രേതം പിടിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ പ്രേതത്തിനെ കണ്ടതിന്റെ കാര്യം അറിയാനാ അച്ഛന്മാര് നമ്മളോട് ചെല്ലാൻ പറയുന്നേ. സമയം കളയാതെ നമുക്ക് ഏതായാലും പോയേച്ചു വരാം. റോസി അമ്മച്ചിക്ക് ധൈര്യം കൊടുത്തു. ദേവസിക്കുട്ടി പറഞ്ഞതനുസരിച്ച് പെട്ടെന്ന് വീട്ടുപണികളെല്ലാം തീർത്ത് ഏലിയാമ്മയും 2 പെൺമക്കളും പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഇതേസമയം ബെന്നിയും മേബിയും അവരുടെ അമ്മച്ചി ത്രേസിയെ കൂട്ടിക്കൊണ്ട് പള്ളിയിലെത്തിയിരുന്നു. ജോസും മേരിക്കുട്ടിയും അവരുടെ 3 മക്കളും പള്ളിയിലെത്തിയപ്പോൾ സമയം പിന്നെയും വൈകിയിരുന്നു. 3 കുടുംബങ്ങളെയും പോളച്ചൻ പള്ളിക്കകത്തേക്ക് വിളിച്ചു. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ നാട്ടുകാർ പള്ളിക്ക് ചുറ്റും നിന്ന് പലതും ചർച്ച ചെയ്യാൻ തുടങ്ങി. പള്ളിയുടെ മെയിൻ ഹാളിൽ തിരുരൂപത്തിന് മുൻപിലായി എല്ലാവരും നിന്നു. എല്ലാവരും ശാന്തരാവുക. ദൈവദാസനായി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം തന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളെ രക്ഷിക്കാനാകൂ. അലഞ്ഞു തിരിയുന്ന സിസിലിയുടെ ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും മനസ്സ് വയ്ക്കണം. പോളച്ചൻ ഓരോരുത്തരെയും ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ കർത്താവേ, എനിക്കൊന്നറിയാമേലേ, ഞങ്ങളെ കാത്തോളണേ, ഞങ്ങളെ ഇപ്പം പ്രേതം പിടിക്കുവേ. ഏലിയമ്മ വലിയ വായിൽ നിലവിളിച്ചു. നിങ്ങൾ കരയാതിരിക്കൂ, നിങ്ങൾ ദൈവത്തിന് മുന്നിലാ നിൽക്കുന്നേ. ഇവിടെ ഒരു ശക്തിക്ക് നിങ്ങളെ ഉപദ്രവിക്കാനാവില്ല. പോളച്ചൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ ഇവിടെ നിൽക്കുന്ന ആണുങ്ങൾക്ക് പങ്കില്ല എന്ന് മനസ്സിലായതിനാൽ ആണുങ്ങൾ ഒരു വശത്തേക്ക് മാറി നിൽക്കുക. ഇനി ഓരോരുത്തരായി പറഞ്ഞു തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് സിസിലിയെ എങ്ങനെയാ പരിചയം? പോളച്ചൻ ഓരോരുത്തരോടായി ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു. ഈ തുരുത്തിൽ വളരെ കുറച്ച് കുടുംബങ്ങളെ താമസമുള്ളൂ. അതിൽ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ കുറച്ചേയുള്ളൂ. ഞങ്ങളെല്ലാവരും ഞായറാഴ്ചകളിൽ ഇവിടെ കുർബാനയ്ക്കായി എത്താറുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ സിസിലിയെയും കുടുംബത്തെയും കാണാറുണ്ട്. അവരിവിടെ താമസാക്കിയിട്ട് 2-3 കൊല്ലം ആയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നേ. അവരുടെ വീട്ടിൽ അവളും അവളുടെ അമ്മച്ചിയും ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ. അവൾ അങ്ങനെ ആളുകളോടൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല, കണ്ടാച്ചിരിക്കും, അത്രമാത്രം. ഇതിൽ കൂടുതൽ പരിചയമൊന്നും ഞങ്ങൾക്ക് അവളായിട്ടില്ല സാറേ, ത്രേസി പറഞ്ഞു നിർത്തി. ഇതിൽ കൂടുതലൊന്നും ഏലിയാമ്മയ്ക്കും മക്കൾക്കും പറയാനില്ലായിരുന്നു. ഞങ്ങളുടെ ഇളയ മോനെ ക്ലാസ്സിലായിരുന്നു സിസിലിയുടെ മോൻ പഠിച്ചിരുന്നത്. അവർ 2 പേരും നല്ല കൂട്ടായിരുന്നു, മേരിക്കുട്ടി പറഞ്ഞു. വീട്ടിലാരും തുണയില്ലാതെ സിസിലിയും കുടുംബവും എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത്?
പോളച്ചൻ വീണ്ടും ചോദിച്ചു. അവരുടെ കുടുംബം വളരെ കഷ്ടപ്പെട്ടാണച്ചോ കഴിഞ്ഞിരുന്നത്. സിസിലിക്ക് തയ്യൽ പണിയുണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ 3 പേരും കഴിഞ്ഞിരുന്നത്. പുതുതായി തയ്ക്കുന്ന തുണികൾ അവൾ ആഴ്ചയിലൊരിക്കൽ തുരുത്തിന്റെ അങ്ങേക്കരയിലുള്ള ടൗണിന്റെ തുണിക്കടയിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. നാട്ടുകാരുമായി വലിയ അടുപ്പമില്ലാതിരുന്ന സിസിലി വളരെ പാവപ്പെട്ട വീട്ടിലെ അംഗമായിരുന്നു. പോളച്ചൻ കുറച്ചുനേരം എന്തോ ആലോചിച്ചിരുന്നു. സിസിലി മരിച്ച രാത്രിയിൽ നിങ്ങളെല്ലാവരും എവിടെയായിരുന്നു? അന്ന് രാത്രി 7 മണിയോടെ കനത്ത മഴയും ഇടിയും മിന്നലും ഉണ്ടായിരുന്നതിനാൽ എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് പോളച്ചൻ മനസ്സിലാക്കിയെടുത്തത്. തുടർന്നും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ പോളച്ചൻ ചോദിച്ചു. അവർ നൽകിയ ഉത്തരങ്ങളിൽ നിന്ന് സിസിലിയുടെ മരണവുമായി ഇവർക്ക് നേരിട്ട് ബന്ധമില്ലെന്ന് അച്ഛൻ ഊഹിച്ചു. കഷ്ടപ്പാടുകൾക്കിടയിലും ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിച്ചിരുന്ന അവൾ തന്റെ മരണശേഷം നിങ്ങളെ തേടിയെത്തണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ കാരണമുണ്ട്. ഒരുപക്ഷേ അവൾക്ക് പ്രിയപ്പെട്ടതെന്തോ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അത് അവൾക്ക് തിരിച്ചു കിട്ടാതെ അവൾ നിങ്ങളെ വിട്ടു പോകില്ല. നിങ്ങൾ കാര്യമായി ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കൈവശമുണ്ടോ എന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് തുറന്നു പറഞ്ഞില്ല എങ്കിൽ നിങ്ങളെ എനിക്കൊരു പക്ഷേ സിസിലിയിൽ നിന്ന് രക്ഷിക്കാനാവില്ല. ഇതെല്ലാം കേട്ട് സ്വതവേ പേടിക്കാരിയായ ഏലിയാമ്മയുടെ മുഖത്തെ പരിഭ്രമം പോളച്ചൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഏലിയാമ്മ മുന്നോട്ട് വരൂ, ബാക്കിയുള്ളവരെല്ലാം പുറകിലോട്ട് മാറിയാട്ടെ. ഞങ്ങളെ രക്ഷിക്കണോ അച്ചോ? ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളത് ആരിൽ നിന്നും മോഷ്ടിച്ചതല്ല. അത് പക്ഷേ എവിടെ നിന്നാണെന്നോ ആരുടേതാണെന്നോ അറിയില്ല. ഏലിയാമ്മ നിന്ന് വിയർത്തു. നിങ്ങളുടേതല്ലാത്ത പൈസ നിങ്ങൾ എന്തിനെടുത്തു? നടന്നതെല്ലാം വിശദമായി പറയൂ. ഏലിയാമ്മ മുഖത്തെ വിയർപ്പെല്ലാം തുടച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. ഞാനും ഈ നിൽക്കുന്ന ത്രേസിയും മേരിക്കുട്ടിയെല്ലാം നല്ല കൂട്ടാണ്. ഞായറാഴ്ചകളിൽ ഞങ്ങൾ ഒന്നിച്ചാണ് പള്ളിയിലേക്ക് വരുന്നതും പോകുന്നതും. അന്ന് സിസ്ലി മരിച്ചതിന്റെ പിറ്റേന്ന് ശവമടക്കിന് ഞങ്ങളും പള്ളിയിൽ പോയിരുന്നു. പോയി വരുന്ന വഴി മേരിക്കുട്ടിയുടെ വീടിനടുത്തുള്ള തോട്ടിൽ എന്തോ ഒരു പെട്ടി കിടക്കുന്നത് കണ്ടു. നല്ല ഒഴുക്കുള്ള തോടായിരുന്നതിനാൽ എവിടെ നിന്ന് ഒഴുകി വന്ന ആ പെട്ടിയിൽ എന്തായിരിക്കുമെന്ന് അറിയാൻ ഞങ്ങൾക്ക് വളരെ ആകാംക്ഷയായി. എടി മേരിക്കുട്ടി, എന്നതായിരിക്കൂടി അത്? അത് ചിലപ്പോ എന്തേലും വേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇങ്ങനത്തെ പെട്ടിയിലാണോ ആളുകൾ വേസ്റ്റ് കൊണ്ട് കളയുന്നത്? നമുക്കേതായാലും അതൊന്ന് തുറന്നു നോക്കിയാലോ? അങ്ങനെ ഞങ്ങൾ 3 പേരും ആ പെട്ടി തുറന്നു നോക്കാൻ തീരുമാനിച്ചു. അത് തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞങ്ങളുടെ കണ്ണു മഞ്ഞളിച്ചു. മൊത്തം 9 ലക്ഷം രൂപ. ഇത്രയും പൈസ ഒന്നിച്ചു കണ്ടപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. വീട്ടിലെത്തിയ ആണുങ്ങളോട് വിവരം പറയാമെന്ന് ആദ്യം കരുതി. അപ്പോൾ മേരിക്കുട്ടിയാണ് പറഞ്ഞത്, ഇപ്പോഴൊന്നും പറയണ്ട, പറഞ്ഞാൽ അതിയന്മാർ സമ്മതിക്കില്ല എന്ന്. ഒന്നാലോചിച്ചപ്പോൾ അത് തന്നെയാണ് ശരിയെന്ന് തോന്നി. പൈസയ്ക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. 9 ലക്ഷം രൂപ 3 പങ്കാക്കിയാൽ ഓരോരുത്തർക്കും 3 ലക്ഷം വീതം കിട്ടും. അതുകൊണ്ട് എൻ്റെ മോളുടെ കല്യാണം നടത്താം. ജോസിന് തിരക്കേടില്ലാത്ത ഒരു പഴയ ബോട്ട് വാങ്ങാം. എബിമോനെ പ്രൈവറ്റ് കോളേജിൽ MBBSന് ചേർക്കാം. തെറ്റാണെന്നറിഞ്ഞിട്ടും ഇതെല്ലാം ഞങ്ങൾ കണക്ക് കൂട്ടി. എന്നിട്ട് ആ പൈസ മേരിക്കുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവച്ചു. ഏലിയാമ്മ കണ്ണീരോടെ പറഞ്ഞു. അങ്ങനെ തൻ്റേതല്ലാത്ത പൈസ എവിടെ നിന്നെങ്കിലും കളഞ്ഞു കിട്ടിയാ അത് പോലീസിൽ ഏൽപ്പിക്കുകയല്ലേ വേണ്ടത്? മേരിക്കുട്ടി, വേഗം പോയി ആ പൈസ എടുത്തുകൊണ്ടുവരൂ, പോളച്ചൻ പറഞ്ഞു. മേരിക്കുട്ടി പെട്ടി കൊണ്ടുവന്നപ്പോൾ പോളച്ചൻ അത് തുറന്ന് വിശദമായി പരിശോധിച്ചു. ആ പെട്ടിയുടെ ഏറ്റവും അടിയിൽ ഒരു ചെറിയ കവറുണ്ടായിരുന്നു. ആ കവർ തുറന്നു നോക്കിയപ്പോൾ ഏവരും അമ്പരന്നു. അതിൽ സിസിലിയുടെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു. അന്നന്നത്തെ ആഹാരത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന സിസിലിക്ക് ഇത്രയും പണം എവിടുന്ന് കിട്ടി? പോളച്ചൻ ആലോചനയിലാണ്ടു. എത്രയും പെട്ടെന്ന് സിസിലിയുടെ അമ്മയുടെ എത്തിക്കൂ. ഞങ്ങൾക്കൊരബദ്ധം പറ്റിയച്ചോ. ആ സംഭവത്തിന് ശേഷം ഒരൊറ്റ രാത്രി പോലും ഞങ്ങൾക്ക് സമാധാനം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ ഒരു നിമിഷത്തെ അത്യാഗ്രഹത്തിന് ഞങ്ങൾ ഒരുപാട് തവണ മനസ്സുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്തച്ചോ. ത്രേസിയും ബേരിക്കുട്ടിയും ഏലിയാമ്മയും അച്ഛൻ്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു. നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് ദൈവത്തിന്റെ കോടതിയിൽ അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ മനഃപൂർവ്വം മോഷ്ടിച്ചതല്ലല്ലോ. ഇക്കാര്യം നമ്മളറിയാതെ പുറത്ത് മറ്റാരും അറിയാൻ ഇടവരരുത്. നിങ്ങളുടെ തെറ്റിന് കർത്താവിനോട് മുട്ടിപ്പായി മാപ്പ് അപേക്ഷിക്കുക. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. കുറച്ചു സമയത്തിന് ശേഷം സിസിലിയുടെ അമ്മയും 1-ാം ക്ലാസ്സുകാരൻ മകനും അവിടെ എത്തി. അവളുടെ അമ്മ തീരെ ക്ഷീണിതയായിരുന്നു. വിവരങ്ങളെല്ലാം പോളച്ചൻ അവരോട് പറഞ്ഞു. സിസിലി മരിച്ച ദിവസം അവൾ എവിടെ പോയതായിരുന്നു? ഇവൻ സിസിലിയുടെ മകനാണച്ചോ. ഇവന് 2 വയസ്സുള്ളപ്പോൾ ഇവന്റെ അപ്പൻ ഒരു ബൈക്ക് അപകടത്തിൽ മരിച്ചതാണ്. ഇവന്റെ അപ്പന്റെ വീടങ്ങ് പടിഞ്ഞാറാണ്. അവനവിടെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം അവന്റെ സഹോദരങ്ങൾ അത് വിറ്റു. അതിലൊരു പങ്ക് ഈ കൊച്ചിനും അവകാശപ്പെട്ടതാണല്ലോ. അതിനാൽ അത് വാങ്ങാൻ സിസിലിയോട് അവിടെ വരെ വരാൻ പറഞ്ഞിരുന്നു. എന്റെ കൊച്ചിനെ കഷ്ടപ്പാടിന് ഒരു ശമനം ഉണ്ടാകുമല്ലോ എന്ന് കരുതി ഞാൻ തന്നെയാണ് അവളോട് അത് വാങ്ങി വരാൻ നിർബന്ധിച്ചത്. അന്ന് രാവിലെ അവൾ അവിടെ പോയെങ്കിലും രാത്രി മടങ്ങി വന്നത് ജീവനില്ലാതെയായിരുന്നച്ചോ. സിസിലിയുടെ അമ്മ കൈകാല് കുഴഞ്ഞ് നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. പിറ്റേന്ന് അവളുടെ മരണം അറിഞ്ഞ ശേഷം അവന്റെ വീട്ടിൽ നിന്ന്
ആളുകൾ വന്നിരുന്നു. അവരാണ് പറഞ്ഞത് മോളുടെ കൈവശം പണം കൊടുത്തു വിട്ടിരുന്നുവെന്ന്. ആ പൈസ ഞങ്ങൾക്ക് കിട്ടിയില്ല അച്ചോ. അതിനെക്കുറിച്ച് പോലീസിൽ പരാതി നൽകാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. അപ്പനമ്മയുമില്ലാത്ത ഈ കൊച്ചിനെ പ്രായമായി ഞാൻ എങ്ങനെ വളർത്തു വച്ചോ. അവരുടെ കരച്ചിൽ ചുറ്റും നിന്നവരുടെ കരളലിയിച്ചു. ഏലിയാമ്മയും മേരിക്കുട്ടിയും ത്രേസ്യയും അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവരുടെ കണ്ണീര് തുടച്ചു. കരയാതിരിക്കൂ, ആ പണം എങ്ങും പോയിട്ടില്ല. അതിവിടെ ഭദ്രമായി കിട്ടിയിട്ടുണ്ട്. പോളച്ചൻ ആ പൈസ സിസിലിയുടെ അമ്മയെ ഏൽപ്പിച്ചു. തുടർന്ന് അവരെയും സിസിലിയുടെ മകനെയും പള്ളിവക അഗതി മന്ദിരത്തിലാക്കി. അവർക്കവിടെ ഒന്നിനും കുറവ് വരരുതെന്നും സിസിലിയുടെ മകനെ പള്ളിയുടെ ചെലവിൽ പഠിപ്പിക്കണമെന്നും അച്ഛൻ അധികാരികളെ അറിയിച്ച് സമ്മതം വാങ്ങി. അച്ഛന്മാർക്ക് വത്തിക്കാനിലേക്ക് തിരിച്ചു പോകേണ്ട ദിവസം വന്നെത്തി. അന്നേ ദിവസം രാത്രി ജോസും ബെന്നിയും ദേവസിക്കുട്ടിയും അവരുടെ കുടുംബാംഗങ്ങളുമായി പള്ളിയിലെത്തിയിരുന്നു. പോളച്ചന്റെ സഹായം കൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നത്തിൽ നിന്ന് കരകയറാനായി. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയൊരു തെറ്റിന് ഞങ്ങൾ ഒരുപാട് തവണ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. മേരിക്കുട്ടി പറഞ്ഞു. നല്ലവനായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അദ്ദേഹം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. പോളച്ചൻ പ്രാർത്ഥനയോടെ പറഞ്ഞു. എബിമോന് ഗവൺമെന്റ് കോളേജിൽ MBBSന് സീറ്റ് കിട്ടിയച്ചോ. ബെന്നി സന്തോഷപൂർവ്വം പറഞ്ഞു. ഞങ്ങളുടെ വിൽക്കാനിട്ടിരുന്ന സ്ഥലം വിറ്റുപോകുകയും ആ പൈസ കൊണ്ട് നല്ലൊരു ബോട്ട് വാങ്ങാൻ സാധിക്കുകയും ചെയ്തച്ചോ. ജോസും വലിയ സന്തോഷത്തിലായിരുന്നു. ഇതല്ലാതെ മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ടച്ചോ. ഏലിയാമ്മയുടെ മൂത്ത പെൺകൊച്ച് റോസിയെ ഞങ്ങൾ ബെന്നിമോന്റെ മണവാട്ടിയാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ പണാണ് മനുഷ്യനെ സാത്താന്റെ കൂട്ടുകാരനാക്കുന്നത്. അതുകൊണ്ട് നയാ പൈസ സ്ത്രീധനം വാങ്ങാതെ ഞാൻ റോസി കൊച്ചിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ത്രേസ്യാമ്മയും വളരെ സന്തോഷവതിയായിരുന്നു. ആഹാ, മൊത്തം സന്തോഷമുള്ള വർത്തമാനങ്ങളാണല്ലോ. ഈ സന്തോഷം ഇനിയുള്ള കാലം നിങ്ങളോടൊപ്പം എന്നുണ്ടാകട്ടെ. പോളച്ചൻ എല്ലാവരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. പോളച്ചന്റെ കാർ അടുത്ത ഉദ്യമത്തിനായി യാത്ര പുറപ്പെടുമ്പോൾ എല്ലാവരും ആനന്ദാശ്രുക്കളോടെ കൈവീശി യാത്രയാക്കി. ഇതേ സമയം ശാന്തി നേടിയ സിസിലിയുടെ ആത്മാവ് ആകാശത്തൊരു നക്ഷത്രമായി കൺചിമ്മി. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥയുടെ അവസാനിച്ചു. കൂടുതൽ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. ബൈ.